ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച നിത്യ ശിക്ഷാവിധിയെക്കുറിച്ച് കണ്ടു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രക്ഷിക്കപ്പെടുന്നവരുടെ നിത്യ ന്യായവിധിയാണ്. ആ ന്യായവിധിയുടെ നിർവചനം കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിലൂടെ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ അന്തിമ വിധിയാണ് ഈ പറയുന്ന ന്യായവിധി. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, സുവിശേഷം അനുസരിക്കാത്തവർക്ക് ഈ ന്യായവിധി ശിക്ഷാവിധിയാണ്. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ശിക്ഷാവിധി സുവിശേഷം അനുസരിക്കാത്തവർക്ക് മാത്രമുള്ളതാണേലും സകല മനുഷ്യർക്കും വിശ്വാസികൾക്കും എന്തുണ്ട്? ന്യായവിധിയുണ്ട്. ശിക്ഷാവിധി ഇല്ലെന്ന് വെച്ച് ന്യായവിധി ഇല്ലെന്നല്ല. അതുകൊണ്ടാണ് ഇന്ന് രക്ഷിക്കപ്പെടുന്നവരുടെ നിത്യ ന്യായവിധി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ഒന്നാമതായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് ഒരു വാക്യം വായിക്കാം. എബ്രായർ 9:27. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും അവിശ്വാസികൾക്കെന്നല്ല മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ഇപ്പൊ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് നിത്യ ന്യായവിധി എന്ന് പറയുന്ന ഈ വിഷയം. പക്ഷേ സുവിശേഷം അനുസരിക്കാത്തവർക്കാണ് അത് ശിക്ഷാവിധിയായി മാറുന്നത്. ഇവിടെ താഴെ പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവിൽ വിശ്വസിച്ച് രക്ഷയ്ക്കായി കാത്തിരിക്കുന്നവർക്ക്, അല്ലെ, ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. അപ്പോൾ വിശ്വാസികൾക്ക് ഒരു ന്യായവിധി ഉണ്ടെങ്കിലും അവർ കാത്തിരിക്കുന്നത് രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ രക്ഷിക്കപ്പെടുന്നവർക്കും എന്തുണ്ട്? ഒരു നിത്യ ന്യായവിധിയുണ്ട്. അപ്പോൾ ഇവിടെ ഈ വിശ്വാസികൾ ന്യായവിധി കടന്നു പോകുമ്പോൾ രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ചല്ല അവിടെ വിധിക്കപ്പെടുന്നത്. എന്തായി തീരുമാനിക്കപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടുത്തണോ വേണ്ടെന്നല്ല അവിടെ തീരുമാനിക്കുന്നത്. ന്യായവിധി വിശ്വാസികൾ കൊണ്ടെന്ന് പറയുമ്പോൾ അവിടെ രക്ഷയല്ല വിഷയം, രക്ഷിക്കപ്പെടുന്ന വിഷയമല്ല. അത് അവിശ്വാസിയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടു, അവനെ ശിക്ഷ വിധിച്ച് അവൻ രക്ഷിക്കപ്പെടുന്നില്ല. രക്ഷിക്കപ്പെടുന്നവർ പിന്നെ എന്ത് കാരണത്താലാണ് അവൻ ന്യായവിധി പോകുന്നതെന്നുള്ളത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. പക്ഷെ ആദ്യമേ പറഞ്ഞു കൊള്ളട്ടെ, ഈ ന്യായവിധി രക്ഷ ഉറപ്പാക്കുന്നതിനെ കുറിച്ചല്ല, അല്ലെങ്കിൽ രക്ഷയെ സംബന്ധിച്ചല്ല, വേറൊരു വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ കർത്താവ് ന്യായം വിധിക്കുന്നത്. അതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആദ്യമേ അടിസ്ഥാനപരമായ സുവിശേഷ സത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാൻ 5:24 വായിക്കാം. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. ന്യായവിധിയിലാകാതെ എന്ന് പറഞ്ഞാൽ ശിക്ഷാവിധിയിൽ പോകാതെ മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കടന്നിരിക്കുന്നു. ഇരിക്കും, അല്ലെങ്കിൽ ഭാവിയിൽ സംഭവിക്കുമെന്നല്ല, ഇരിക്കുന്നു. അപ്പോൾ കർത്താവിൽ നമ്മൾ വിശ്വസിക്കുമ്പോഴേ നമുക്ക് രക്ഷ ലഭിക്കുന്നു. പിന്നെ രക്ഷയുടെ പൂർത്തീകരണം കർത്താവിൻ്റെ രണ്ടാം വരവിൽ സംഭവിക്കുന്നു. പക്ഷെ ന്യായവിധി വിശ്വാസികൾക്കും ഉണ്ട്. പക്ഷെ അവിടെ തീരുമാനിക്കപ്പെടുന്ന വിഷയം രക്ഷയല്ല. അതുകൊണ്ടാണ് റോമർ 8:1 നിങ്ങൾക്ക് കാണാവുന്നത് പോലെ, അതുകൊണ്ടിപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. കാരണം എന്താ? നമ്മുടെ ശിക്ഷാവിധിയെല്ലാം പേറിക്കൊണ്ട് കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി പകരക്കാരനായി മരിച്ചു. നമ്മൾ കൊടുത്തു തീർക്കേണ്ട പാപത്തിൻ്റെ എല്ലാ കടവും കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി സഹിച്ചു. അപ്പോൾ ഇനി ശിക്ഷാവിധിയില്ല, പക്ഷെ ന്യായവിധി ഉണ്ട്. അപ്പോൾ ന്യായവിധി എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ ഉള്ളത് നമ്മൾ പിന്നീട് ചിന്തിക്കും. ഇവിടെ ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞുകൊള്ളട്ടെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി വരുവാനിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. നമ്മൾ വിശ്വാസത്താലുള്ള നീതീകരണമൊക്കെ കണ്ടപ്പോൾ ഈ വിഷയം സൂചിപ്പിച്ചതാണ്. എന്താണ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? പാപത്തിൻ്റെ കുറ്റത്തിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ച് ക്രിസ്തുവിൽ നമ്മെ നീതിമാന്മാരായി അംഗീകരിച്ചിരിക്കുന്നു. അപ്പോഴേ ശിക്ഷാവിധിയിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. ഇപ്പോൾ നമ്മൾ പാപത്തിൻ്റെ ആ സ്വാധീനത്തിൽ, അതിൻ്റെ അധീനതയിൽ നിന്ന് തുടർമാനമായി രക്ഷ പ്രാപിച്ച് വിശുദ്ധിയിൽ വളരുന്നു. ഇനി പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് തന്നെ നമ്മൾ രക്ഷ പ്രാപിക്കും. അതാണ് തേജസ്കരണം. അങ്ങനെ നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം പല പ്രാവശ്യം നമ്മൾ പറഞ്ഞ കാര്യമാണ്. രക്ഷയിൽ ഈ തരത്തിലുള്ള 3 ഘട്ടങ്ങളുണ്ട്.
പക്ഷെ വരുവാനിരിക്കുന്ന നിത്യ ന്യായവിധി രക്ഷയെ സംബന്ധിക്കുന്ന വിഷയമല്ല. കാരണം വിശ്വസിക്കുന്നവൻ ഓൾറെഡി രക്ഷിക്കപ്പെട്ടു എന്ന് കർത്താവ് നമുക്ക് വാഗ്ദത്തം തരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യം വരും, അത് കൊള്ളാലോ, അപ്പോൾ പിന്നെ രക്ഷിക്കപ്പെട്ട് പാപമൊക്കെ ചെയ്ത് സുഖിച്ചിരിക്കുന്ന ഈ വിശ്വാസിയാണെന്ന് പറഞ്ഞു നടക്കുന്നവരുടെ കാര്യം എന്താവും? അപ്പോൾ വിശ്വാസിക്ക് പാപം ചെയ്ത് സുഖിച്ച് നടക്കാവോ? അതൊന്ന് സൂചിപ്പിക്കാൻ ഒന്ന് രണ്ട് വാക്യങ്ങൾ പറഞ്ഞിട്ടേ നമ്മുടെ ശരിക്കുള്ള ഈ വിഷയത്തിലേക്ക് നമുക്ക് കടക്കുവാൻ കഴിയുകയുള്ളൂ. രക്ഷിക്കപ്പെട്ടു എന്ന് പറയുകയും അല്ലെങ്കിൽ കർത്താവിനെ അറിയാമെന്ന് പറയുകയും എന്നാൽ മാനസാന്തരപ്പെടാതെ തുടർമാനമായി പാപത്തിൽ ജീവിക്കുന്ന കഠിന ഹൃദയന്മാർക്ക് എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ വിശ്വാസികൾ അങ്ങനെ തുടർമാനമായി പാപത്തിൽ ജീവിക്കുകയാണ് എന്ത് സംഭവിക്കും? അതിനൊരു ഉദാഹരണമായിട്ടാണ് ഞാൻ ഈ വാക്യം നിങ്ങളെ കൊണ്ട് വായിക്കുന്നത്. 1 കൊരിന്ത്യർ 11:29 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടി ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ഇവിടെ കർത്തൃമേശയാണ് വിഷയം. അപ്പോൾ ആ കർത്തൃമേശയിലെ വിശുദ്ധമായ പ്രതീകങ്ങളായ കർത്താവിൻ്റെ ശരീരത്തെയും രക്തത്തെയും സൂചിപ്പിക്കുന്ന അപ്പത്തെയും വീഞ്ഞിനെയൊക്കെ വിവേചിക്കാതെ ചുമ്മാ ഒരു കൂസലും കൂടാതെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ ശിക്ഷാവിധി കടന്നു വരും. അങ്ങനെ ശിക്ഷാവിധി കൊരിന്ത്യ സഭയിലെ പലർക്കും വന്നു. അതുകൊണ്ടാണ് ചിലരൊക്കെ ബലഹീനരും രോഗികളും പിന്നെ ചിലരൊക്കെ മരിച്ചു പോലും പോയി. അപ്പൊ അതിനെക്കുറിച്ച് പറയുമ്പോഴാണ് 32-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുന്നു. വരുവാനിരിക്കുന്ന ശിക്ഷാവിധി, അതാണ് ലോകത്തിന്റെ ശിക്ഷാവിധി. ആ ശിക്ഷാവിധിയിൽ വിശ്വാസികൾ അകപ്പെട്ടു പോകാതിരിക്കാൻ ഇപ്പോൾ 1-2 അടിയൊക്കെ കൊടുക്കും, ചൂരൽ കൊടുക്കും, അല്ലേ? അങ്ങനെ കർത്താവ് ശിക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ ആ ശിക്ഷണം എന്താണ്? 30-ാമത്തെ വാക്യത്തിലുണ്ട്. ചിലപ്പോൾ ബലഹീനതകൾ കടന്നു വരും, രോഗം കടന്നു വരും, ചിലപ്പോൾ മരണം തന്നെ വന്നെന്നിരിക്കും. ചില വിശ്വാസികൾ പാപം ചെയ്ത് ഇനി യവൻ അവസാനം നരകത്തിൽ പോകുമെന്നുള്ള സ്ഥിതി എത്തുമ്പോൾ പിന്നെ കർത്താവ് എന്താ ചെയ്യുന്നത്? ഇപ്പൊ വിശ്വാസിയായിട്ടിരിക്കുക, ഇപ്പൊ അങ്ങ് കൊല്ലാം ഇവനെയാണ്. അപ്പൊ അവൻ വിശ്വാസിയായിട്ട് മരിച്ചല്ലോ, അല്ലേ? വിശ്വാസത്യാഗം ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ ചിലപ്പോൾ ജീവിതം ഇടയ്ക്ക് വെച്ച് മുറിക്കേണ്ടി വരെ വരും. അങ്ങനെ ചിലർക്കൊക്കെ അവിടെ സംഭവിച്ചു എന്നാ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കണ്ടോ, പാപം ചെയ്ത് നടക്കുന്ന വിശ്വാസികൾ അന്ത്യനാളിൽ ശിക്ഷാവിധിയിലൊന്നും എത്തിപ്പെടാതിരിക്കാൻ ഇപ്പൊ ദൈവം ചില കാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ശിക്ഷാവിധി ഒന്നും ഇല്ല. എന്തുകൊണ്ടാണ്? ബാലശിക്ഷ ദൈവം കൊടുക്കുന്നുണ്ട്. എന്താ, അടിയൊക്കെ കൊടുക്കുന്നുണ്ട്, അല്ലേ? മരണം വരെ ചിലപ്പോൾ ദൈവം കൊടുത്തുന്നിരിക്കും. ഇതൊക്കെ നമ്മൾ സാധാരണ ചിന്തിക്കാത്തൊരു വിഷയമാണ്. മരണം വരെ ചിലപ്പോൾ ദൈവം കൊടുക്കും, അല്ലെ? അതിന് ഉദാഹരണമാണ് 1 യോഹന്നാൻ 5:16. 1 യോഹന്നാൻ 5:14-15 വാക്യങ്ങളിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന. ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം നമുക്ക് അപേക്ഷിച്ചാൽ അവൻ അതിന് ഉത്തരം നൽകും. ആ അപേക്ഷിക്കാമെന്ന് ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് പ്രാർത്ഥനയാണ്. ദൈവത്തോട് അപേക്ഷിക്കാം. 1 യോഹന്നാൻ 5:16 ഒന്ന് കേട്ടെ. സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം, ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ മരണത്തിനുള്ള പാപമുണ്ട്, അതിനെക്കുറിച്ച് അപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഒരു കൂട്ടു സഹോദരൻ, സഭയിലുള്ള ഒരാൾ പാപം ചെയ്യുന്നതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ്, ഇവൻ പാപം ചെയ്യുകയാണ്, പാപം ചെയ്ത് മരണത്തിൽ ജീവിക്കുകയാണ്, ഇവന് ജീവൻ കൊടുക്കണേന്ന് നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കണം. പക്ഷെ അത് പറഞ്ഞപ്പോൾ അപ്പോസ്തലൻ പറയാണ്, മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, മരണത്തിനു വേണ്ടി പാപം ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കണമെന്ന് പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നേരത്തെ പറഞ്ഞതുപോലെ മരണമെന്ന ബാലശിക്ഷ വാങ്ങിക്കുവാൻ ഇങ്ങനെ ഒരു മാനസാന്തരം ഇല്ലാതെ പാപത്തിൽ ഇങ്ങനെ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. ദൈവം ബാലശിക്ഷ കൊടുത്ത് വരുവാനിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി അവർക്ക് മരണം കൊടുക്കട്ടെ, അതിനെതിരെ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. ആണോ? മരണം വരെ ദൈവം ചിലപ്പോൾ ബാലശിക്ഷയായിട്ട് കൊടുക്കും. അങ്ങനെ പാപത്തിൽ മുതിർന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. പിന്നെ അല്ലാതെ അവരുടെ അറിവില്ലായ്മ കൊണ്ടൊക്കെ അവർ ചിലപ്പോൾ പാപം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കണം. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ദൈവം വിശ്വാസികൾക്ക്, യഥാർത്ഥ ഒരു വിശ്വാസിയാണ് പാപത്തിൽ ജീവിക്കുകയാണെങ്കിൽ ബാലശിക്ഷ കൊടുക്കും. വരുവാനിരിക്കുന്ന ശിക്ഷാവിധിയിൽ നമ്മൾ
ലോകത്തോടുകൂടെ അകപ്പെടാതിരിപ്പാൻ ദൈവം ബാലശിക്ഷ കൊടുക്കും. അല്ലേ? ഒരു ഉദാഹരണം കൂടെ നോക്കാം. 1 കൊരിന്ത്യർ 5 ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, തൻ്റെ അപ്പൻ്റെ രണ്ടാം ഭാര്യയോ അല്ലെങ്കിൽ അമ്മ മരിച്ചു കഴിഞ്ഞ അപ്പം കല്യാണം കഴിച്ച ആ ഭാര്യയെ ലൈംഗികമായിട്ട് വെച്ചുകൊണ്ട് നടക്കുകയാണ്. അല്ലേ? ഇതൊക്കെ പുറത്തു പറയാൻ കൊള്ളത്തില്ലെന്ന് അവിടെ തന്നെ അപ്പോസ്തലൻ പറയുന്നു. അങ്ങനെ ഒരു വ്യക്തി കൊരിന്ത്യ സഭയിലുണ്ടായിരുന്നു. കൊരിന്ത്യ സഭക്കാർക്ക് ഒരു കുഴപ്പമില്ല, വന്നാട്ടെ സഹോദര എന്നൊക്കെ പറഞ്ഞ്, നമ്മുടെയൊക്കെ സഭകളെ പോലെ ഒരു കുഴപ്പമില്ല, ഏത് അണ്ടനും അടകോടനും സഭയിൽ വന്നിരിക്കാമെന്ന് പറഞ്ഞ പോലെ കൊരിന്ത്യ സഭ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പൗലോസ് പറഞ്ഞതാണ് ഈ 1 കൊരിന്ത്യർ 5:3-5. ഒന്ന് വായിച്ചാട്ടെ. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനാണെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി ഞാൻ നിങ്ങളുടെ കൂടെ ആയിരുന്നെങ്കിലെന്ന വണ്ണം ഈ നീചകൃത്യം ചെയ്തവനെ ഞാൻ വിധിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങൾ കർത്താവായ യേശുവിന്റെ അധികാരത്തിൽ ആ മനുഷ്യനെ സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ അവൻ ജഡസ്വഭാവം പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടിട്ട് അവന്റെ ആത്മാവ് കർത്താവിന്റെ ദിവസത്തിൽ രക്ഷപ്പെടുകയും ചെയ്യും. ഈ 1 കൊരിന്ത്യർ 5:1 പറഞ്ഞിരിക്കുന്ന വ്യക്തി രക്ഷിക്കപ്പെടുമെന്ന് നമുക്കാർക്കും വലിയ പ്രത്യാശയൊന്നുമില്ല. പക്ഷെ പൗലോസ് പറയുകയാണ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ബാലശിക്ഷ കൊടുക്കുമെങ്കിൽ അവൻ ആ ദിവസം രക്ഷിക്കപ്പെടും. അയ്യോ, ഇത്രയും വലിയ ലൈംഗിക പാപി രക്ഷിക്കപ്പെടുവോ? എന്ത് ചെയ്യണം? ശിക്ഷണം കൊടുക്കണം. അല്ല, ചുമ്മാ ഒന്നും രക്ഷിക്കപ്പെടത്തില്ല. എന്ത് ചെയ്യണം? അവനെ നിങ്ങൾ നിങ്ങളുടെ സഭയിൽ നിന്ന് പുറത്താക്കണം, പള്ളിഭ്രഷ്ട് കൽപ്പിക്കണം. എങ്കിലേ അവൻ കർത്താവിൻ്റെ ദിവസത്തിൽ അവൻ്റെ ആത്മാവ് രക്ഷപ്പെടുകയും ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഇത്രയേ ഉള്ളൂ. കർത്താവ് പാപം ചെയ്യുന്ന വിശ്വാസികൾക്ക് ബാലശിക്ഷ കൊടുത്താണ് ശിക്ഷാവിധിയിൽ നിന്ന് അവരെ രക്ഷിക്കുന്നത്. ഏത് വലിയ പാപിയാണേലും കർത്താവ് ബാലശിക്ഷ കൊടുക്കും. അത് ചിലതൊക്കെ ദൈവം നേരിട്ട് കൊടുക്കും, മരണമൊക്കെ. ചിലതൊക്കെ ഈ പറഞ്ഞ പോലെ സഭയിലെ ശിക്ഷണത്തിലൂടെ ചെയ്യേണ്ടതാണ്. അപ്പം നമ്മുടെയൊക്കെ പല സഭകളിലും ഒരു ശിക്ഷണം, പാസ്റ്റർ പാപം ചെയ്താലും ഒരു ശിക്ഷണം ഇല്ല. നമ്മളെന്താ ചെയ്യുന്നത്? നേരെ പോയി ശിക്ഷാവിധി പോക്കോ, ബാലശിക്ഷയൊന്നുമില്ല, അടിയൊന്നും കൊള്ളാതെ അങ്ങ് അന്ത്യം പോയി നിത്യ നരകത്തിൽ വീണോന്ന്. നമ്മൾ സ്നേഹമില്ലാത്തതുകൊണ്ടാണ് ഈ ശിക്ഷണം ഇല്ലാത്തത്, അല്ലേ? അപ്പോൾ കർത്താവ് വിശ്വാസികളെ കാക്കും, വിശ്വാസികളെ അന്ത്യത്തോളം നിലനിർത്തും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർത്തോണം, എന്താണ് മുഖാന്തരം? ബാലശിക്ഷ കൊടുത്താണ് ശിക്ഷാവിധിയിൽ നിന്ന് വിടുവിച്ച് അന്ത്യത്തോളം നമ്മളെ വിശ്വാസികളായി നിലനിർത്തുന്നത്, അല്ലേ? അത് സൂചിപ്പിക്കുന്ന 2 വാക്യങ്ങളാണ് ഇനി വായിക്കാൻ പോകുന്നത്. 1 കൊരിന്ത്യർ 1:8-9. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. നമ്മെ വിളിച്ച് വേർതിരിച്ച് ഈ യേശുക്രിസ്തുവിലാക്കിയിരിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. എന്തിന്? അവസാനത്തോളം കുറ്റമില്ലാത്തവരായി നമ്മെ നിർത്തുവാൻ വിശ്വസ്തനാണ്. അന്നത്തെ ദിവസം ശിക്ഷാവിധിയിൽ അകപ്പെടാതെ രക്ഷ പ്രാപിക്കുവാൻ നമ്മെ പ്രാപ്തനാക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന് ദൈവം ഉപയോഗിക്കുന്ന മുഖാന്തരം എന്താണ്? ദൈവത്തിൻ്റെ ഉപകരണം ശിക്ഷ, ബാലശിക്ഷ, അടി കൊടുക്കും ദൈവം, അല്ലേ? അപ്പോൾ പാപത്തിൽ ജീവിക്കാൻ ഒരു വിശ്വാസിക്കും ലൈസൻസ് ഒന്നും ദൈവം തരുന്നില്ല. നമ്മൾ നേരത്തെ വായിച്ച പോലെ പുത്രനിൽ വിശ്വസിക്കുന്നവനൊന്നും ഇനി ന്യായവിധിയില്ല, അവൻ ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. പാപം ചെയ്ത് നടക്കാണ്, ചിലപ്പോൾ മരണം വരെ സംഭവിക്കും. അപ്പൊ ഇതാരും ശിക്ഷാവിധി ഒന്നും ഇല്ല വിശ്വാസിക്ക്, അപ്പൊ ഇനിയിപ്പോ സുഖം എന്ന് ചിന്തിക്കരുത്. അതാണ് ഈ പറഞ്ഞു വരുന്നത്. ബാലശിക്ഷയുണ്ട്, ബാലശിക്ഷ. ഫിലിപ്പിയർ 1:3-4. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടെ പ്രാർത്ഥിച്ചും നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചുമിരിക്കുന്നു. കണ്ടോ, വിശ്വാസികൾക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ഉള്ളിലെ ബോധ്യം ഇതാണ്: നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ, രക്ഷ തുടങ്ങിയവൻ ക്രിസ്തുവിൻ്റെ 2ാം വരവോളം അതിനെ തികയ്ക്കുമെന്ന് ഞാൻ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ രക്ഷയിൽ ഒരു സുരക്ഷയുണ്ട്. തുടങ്ങിയവൻ അത് അവസാനിപ്പാൻ വിശ്വസ്തനാണ്. നമ്മുടെ ജോലി അതിനെ ഏൽപ്പിച്ചു കൊടുത്ത് വിശ്വസ്തയോടെ അവൻ്റെ കരത്തിലിരിക്കുക എന്നുള്ളതാണ്. അവൻ ഉപയോഗിക്കുന്ന ഒരു മുഖാന്തരമാണ് ബാലശിക്ഷ, അല്ലേ? ഇനി ഈ ബാലശിക്ഷയൊക്കെ തരുമ്പോൾ അത് ഏറ്റെടുക്കാതിരുന്നാലോ? ഇപ്പം മരണം ഏറ്റെടുക്കാൻ വേണ്ടാന്ന് പറയാൻ പറ്റത്തില്ല. ബാക്കിയൊക്കെ ആണെങ്കിലോ ദൈവം ബാലശിക്ഷയൊക്കെ തരികയാണ്, അടിയൊക്കെ തരികയാണ്. പക്ഷെ പിന്നെയും മാനസാന്തരപ്പെടാതെ പാപം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ എന്തോ പറ്റും? അതാണ് എബ്രായർ 10:26-27 ഒന്ന് വായിച്ചേ. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ.
അത് പിന്നെ നിങ്ങൾ വീട്ടിൽ പോയിട്ട് എബ്രായർ 10:26 മുതൽ 31 വരെ വായിക്കണം. ഇന്ന് ഒരുപാട് വാക്യങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ അതൊന്നും ഇതിലില്ല. പക്ഷെ 31 വരെ വായിക്കുന്നതായിരിക്കും നല്ലത്. അവിടെ കർത്താവ് പറയുന്നുണ്ട്, ദൈവപുത്രനെ പുച്ഛിച്ചവനെ ദൈവം ഏത് രീതിയിൽ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ദൈവം നൽകുന്ന ശിക്ഷാ നടപടികൾ, ആ ശിക്ഷണം വേണ്ടെന്ന് വെച്ച് വെല്ലുവിളിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, പിന്നെ ഒന്ന് പ്രതീക്ഷിച്ചാൽ മതി, ഭയങ്കരമായ ഒരു ന്യായവിധിക്കായി പ്രതീക്ഷിച്ചാൽ മാത്രം മതി. അപ്പോ വിശ്വസിച്ച് കർത്താവിൽ അടങ്ങിയിരിക്കുന്നവന് ഇനി ശിക്ഷാവിധിയില്ല, ഇനി അവന് രക്ഷ ഉറപ്പാണെന്ന് പറയുമ്പോൾ പാപം ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് ആരും ചിന്തിക്കരുത്. ബാലശിക്ഷയൊക്കെ ദൈവം തന്ന് അവൻ അന്ത്യത്തോളം കാത്ത് നമ്മളെ കുറ്റമില്ലാത്തവരാക്കുവാൻ വിശ്വസ്തനാണ്. പക്ഷെ അവനോട് നമ്മൾ പ്രതികരിക്കണം, വിശ്വാസത്തിൽ തന്നെ തുടർമാനമായി നാം മുന്നോട്ട് പോകണം. ഇത് ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് പറഞ്ഞാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലാണ്, അല്ലെ? നമ്മൾ വിശ്വാസത്തിന്റെ സവിശേഷതകൾ പഠിച്ചപ്പോൾ തുടക്കമാണ്. നാലാമതായിട്ട് പറഞ്ഞു യഥാർത്ഥ വിശ്വാസം തുടർമാനമായ വിശ്വാസമാണ്. എബ്രായ ലേഖനത്തിലൊക്കെ പല പ്രാവശ്യമുണ്ട് ആദ്യ വിശ്വാസം അന്ത്യത്തോളം, ഉത്സാഹം, പ്രത്യാശയുടെ ഉത്സാഹം അന്ത്യത്തോളം. അപ്പൊ ഇതിനകത്തൊരു സ്ഥിരോത്സാഹം കാണിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് ഒരു വശത്ത് നിൽക്കുന്നു. എന്നാൽ മറുവശത്ത് യഥാർത്ഥമായിട്ട് വിശ്വസിച്ച് കർത്താവിൽ ഇരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ശിക്ഷാവിധിയിൽ നിന്ന് അവർ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അവർ ജീവനിലേക്ക് വന്നിരിക്കുന്നു. ഇത് രണ്ടും പറയണം. രക്ഷയുടെ സുരക്ഷിതത്വവും പറയണം, എന്നാൽ യഥാർത്ഥ വിശ്വാസം തുടർമാനമാണെന്നും പറയണം. ഇത് രണ്ടും കൂടെ നമ്മൾ മനസ്സിലാക്കിയാലേ യഥാർത്ഥ രക്ഷ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഈ പാപമൊക്കെ ചെയ്യാലോ, ഇനി സുഖിച്ച് ജീവിക്കാലോ എന്ന് ആരും ചിന്തിക്കത്തില്ല. അപ്പോൾ അല്ലേ, രക്ഷിക്കപ്പെട്ടു ഇനി പാപം ചെയ്യാന്ന് പറയത്തില്ല. കാരണം എന്താണ്? വിശ്വാസം അന്ത്യത്തോളം കാത്തു സൂക്ഷിക്കണം. അല്ലാതെ ഇടയ്ക്ക് വെച്ച് പോവുകയാണെങ്കിൽ ദൈവം വടിയെടുക്കും. വടിയെടുത്തിട്ടും നമ്മൾ അനുസരിച്ചില്ല, പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇനി ഭയങ്കരമായ ഒരു ന്യായവിധിക്കായിട്ട് പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഇങ്ങനെ മനഃപൂർവ്വം പാപം ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു യാഗവും ദൈവം ഏർപ്പെടുത്തിയിട്ടില്ല. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ അങ്ങനെയുള്ള പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ഇല്ലിനി, അല്ലേ? ക്രൂശിനെ പോലും നിങ്ങൾ ഇനി വകവെക്കാതെ നിങ്ങൾ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പിന്നെ അതിന് വേറൊരു ക്രൂശില്ല, വേറൊരു യാഗമില്ല, അല്ലേ? അപ്പൊ പിന്നെ ഇനി എന്താ? ഇനി നിത്യശിക്ഷാവിധി. അങ്ങനെയുള്ള വ്യക്തികൾ അവർ തെളിയിക്കുന്നത് അവർ ശരിക്കുള്ള വിശ്വാസികളെ അല്ലെന്നാ, അല്ലെ? ശരിക്കുള്ള വിശ്വാസികളെ അല്ല. അത് 1 യോഹന്നാനിലെ പല വാക്യങ്ങളൊക്കെ എടുക്കണം. ദൈവത്താൽ ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, അതൊക്കെ വായിച്ചാലേ അതിലോട്ട് കടക്കാൻ പറ്റുള്ളൂ. ഇന്ന് നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലോട്ട് കടക്കുന്നില്ല. രക്ഷ എന്നുള്ള വലിയ വിഷയമല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. ഈ ശിക്ഷാവിധിയിൽ നിന്ന് വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ചിലർക്കൊരു ചിന്തയുണ്ട്, എന്നാ പിന്നെ സുഖിച്ചിനി ലൈസൻസായി പാപം ചെയ്ത് ജീവിക്കാം. അല്ലല്ലല്ല, അങ്ങനെ വല്ലവരും ചിന്തിച്ചാൽ ബാലശിക്ഷ വാങ്ങിക്കും. ബാലശിക്ഷയും മറ്റെല്ലാ മാധ്യമങ്ങളിലൂടെയും കർത്താവ് നമ്മളെ അന്ത്യം വരെ നിർത്തുവാൻ വിശ്വസ്തനാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, ഈ വിശ്വാസികൾ പിന്നെ രക്ഷിക്കപ്പെട്ടതാണ്, പിന്നെ എന്തിനാ ഈ ന്യായവിധി? അപ്പൊ രക്ഷയല്ല അവിടെ തീരുമാനിക്കപ്പെടുന്ന വിഷയം. വിശ്വാസത്തോടെ അന്ത്യം വരെ നിലനിന്ന് കർത്താവിന്റെ 2ാം വരവിൽ പുനരുത്ഥാനം പ്രാപിക്കുന്ന വിശ്വാസികൾ ഇനി എന്തിനു വിധിക്കപ്പെടണം? എന്താ അവിടുത്തെ വിഷയം? അത് സൂചിപ്പിക്കുന്നതാണ് 2 കൊരിന്ത്യർ 5:10. ഈ ആഴ്ചത്തെ കാണാതെ പഠിക്കേണ്ട, മനഃപ്പാടമാക്കേണ്ട വാക്യമാണ് 2 കൊരിന്ത്യർ 5:10. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക, നാം എല്ലാവരും. അപ്പോൾ ഇത് കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് എഴുതുമ്പോൾ നാം എല്ലാവരും എന്ന് പറയുമ്പോൾ വിശ്വാസികളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്, അവിശ്വാസികളുടെ കാര്യമല്ല. നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടണം. എന്തിനു വേണ്ടി? അതാണ് തുടക്കം പറഞ്ഞിരിക്കുന്നത്. എന്തുദ്ദേശം? നമ്മൾ ഓരോരുത്തരും ശരീരത്തിലിരുന്നപ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം, പിന്നെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല ഇവിടെ, അല്ലെ? തക്കവണ്ണം പ്രാപിക്കേണ്ടത്. തക്കവണ്ണം എന്തുവാ? തക്കവണ്ണം എന്താണെന്നുള്ളത് നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ കാണും. പക്ഷെ ഞാൻ ഇപ്പോഴേ അങ്ങ് പറയാം, പ്രതിഫലം. അപ്പൊ രക്ഷ തീരുമാനിക്കലല്ല ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചുള്ള ന്യായവിധി. പ്രതിഫലം തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ന്യായവിധി. അത് നല്ലതാകിലും തീയതാകിലും അതിനൊത്തവണ്ണമുള്ള ഒരു പ്രതിഫലമുണ്ട്. അവിശ്വാസിയുടെ വിഷയം ശിക്ഷാവിധിയാണ്,
അവൻ രക്ഷിക്കപ്പെട്ടിട്ടില്ല. രക്ഷിക്കപ്പെട്ടവർക്ക് പക്ഷെ ഒരു ന്യായവിധിയുണ്ട്. അവരുടെ പ്രതിഫലം, അവർ നിത്യതയോളം അനുഭവിക്കാൻ പോകുന്ന പ്രതിഫലം പ്രാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ നിത്യ ന്യായവിധി രക്ഷിക്കപ്പെട്ടവർക്കും ഉണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണമുള്ള പ്രതിഫലം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, എന്താണ് ഈ വിശ്വാസികളെ കർത്താവ് വിധിക്കുമ്പോൾ ഉപയോഗിക്കുന്ന മാനദണ്ഡം? എന്തൊക്കെയാ കർത്താവ് വിധിക്കാൻ പോകുന്നത്? 3 കാര്യങ്ങൾ നമുക്ക് വചനത്തിൽ നിന്ന് കാണാൻ കഴിയും. 3 വിഷയങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന, ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് എന്ന് പറയുമ്പോൾ 3 ഘടകങ്ങൾ അതിനകത്തുണ്ട്. 3 കാര്യങ്ങൾ കർത്താവ് നമ്മൾ പോയി അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പം വിധിക്കും, അല്ലേ? അതിൽ ഒന്നാമത്തേതാണ് നമ്മുടെ വാക്കുകൾ. മത്തായി 5:22 നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട കാര്യമാണ്. സഹോദരനോട് കോപിച്ചിട്ട് വായിൽ നിന്ന് നിസാര എന്ന് പറഞ്ഞാൽ ന്യായാധിപത സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും, അല്ലേ? 12:36, മത്തായി 12:36, 37 നമുക്ക് വായിക്കാം. എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. അപ്പൊ കണ്ടോ, നമ്മുടെ വാക്കുകൾക്ക് നമ്മൾ കണക്ക് ബോധിക്കേണ്ടി വരും. വിശ്വാസികൾ എന്തിനാണ് കർത്താവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിൽ പോയി നിൽക്കുന്നത്? ജീവിതത്തിൽ ഉപയോഗിച്ച എല്ലാ വാക്കുകൾക്കും കണക്ക് ബോധിക്കേണ്ടി വരും. നമ്മൾ ഇതൊക്കെ ചിന്തിക്കാറുണ്ടോ? നമ്മൾ ജീവിതത്തിൽ ശരീരത്തിൽ ഇരുന്നപ്പോൾ, അതിലെ നമ്മൾ നേരത്തെ കണ്ടേ, ശരീരത്തിൽ ഇരുന്നപ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും. ഒന്നാമത്തെ വിഷയം വാക്കുകൾ. നമ്മൾ അങ്ങനെയാണോ വാക്കുകൾ ഉപയോഗിക്കുന്നത്? ഈ എന്ത് വാക്ക് പറഞ്ഞാൽ, ഏത് നിസാര വാക്കിനും ഒരു നാൾ പോയി കർത്താവിനോട് കണക്ക് ബോധിക്കേണ്ടി വരുമോ? ഇതൊക്കെ നമ്മൾ ഓർത്താൽ നമ്മൾ പിന്നെ മിണ്ടാട്ടമൊക്കെ നിർത്തും, അല്ലേ? നമ്മൾ വളരെ ചുരുക്കമേ പിന്നെ സംസാരിക്കത്തുള്ളൂ. കാരണം അയ്യോ, പൈസ ചെലവാക്കുന്ന പോലെ ഒരാളോട് പോയി കണക്ക് പറയണം. ഈ വാക്യമൊന്നും എനിക്ക് തോന്നുന്നു നമ്മളാരും വിശ്വസിക്കാറില്ല. ഈ പ്രസംഗിക്കുന്നവൻ ഉൾപ്പെടെ നമ്മളാരും ഇതൊന്നും വിശ്വസിക്കാറ്. കാരണം ഇതൊക്കെ എന്തോ കർത്താവ് പറഞ്ഞതേ ഉള്ളൂ, അല്ലേ? ഇതൊന്നും അല്ല, ഇതും ദൈവവചനമാണ്, അല്ലേ? ആധികാരികമായ ദൈവവചനമാണ്. ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിക്കേണ്ടി വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവാണ് അന്ന് നമ്മളെ വിധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടല്ലോ, പിതാവല്ല, പിതാവ് പുത്രനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇങ്ങനെ ലോകത്തെ മുഴുവൻ വിധിപ്പാൻ. അപ്പൊ കടന്നു വരുന്ന ന്യായാധിപതി കർത്താവായ യേശുക്രിസ്തുവാണ്. ഇപ്പോഴേ പറയുക, അന്ന് ഞാൻ പരീക്ഷ ഇടുമ്പോൾ ഞാൻ നോക്കാൻ പോകുന്നത് ഏത് പോർഷൻ ആയിരിക്കുമെന്ന്. എന്തായിരിക്കും? നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന എല്ലാ വാക്കും, അത് നിസാര വാക്കും. അല്ലാതെ സഭയെ കടന്നു വന്നിട്ടുള്ള പ്രാർത്ഥനയും സ്തോത്രം പറച്ചിലും മാത്രമല്ല, നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പോലും സ്വകാര്യതയെ പറഞ്ഞ നിസാര വാക്കിന് പോലും കർത്താവിൻ്റെ സന്നിധിയിൽ പോയി നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. ആ വാക്കിൽ നിന്ന് കർത്താവിനറിയാം നീ നീതീകരിക്കപ്പെട്ടവനാണോ അല്ലേന്ന്. രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അത് നാവിലൂടെ വെളിപ്പെട്ട് വരും. നമ്മൾ യാക്കോബിന്റെ ലേഖനത്തിൽ പഠിച്ചതല്ലേ, നാവിലൂടെ വെളിപ്പെട്ട് വരും. ഹൃദയത്തിലുള്ളത് നാവിലൂടെ വെളിപ്പെട്ട് വരും, അല്ലേ? പണ്ടൊക്കെ ഞാൻ പറയാറുണ്ട്, ഈ ഡോക്ടർമാര് രോഗികൾ ചെല്ലുമ്പോൾ എന്താ, വാ തുറക്കാൻ പറയും, നാക്ക് ഇങ്ങോട്ട് നീട്ടാൻ പറയും. അത് തന്നെ കർത്താവും പറയും, ആ വന്നല്ലോ, നാക്ക് നീട്ടിക്കോ, അല്ലേ? നമ്മുടെ റിപ്പോർട്ടെല്ലാം റെഡി. അപ്പൊ ഒന്നാമത്തെ വിഷയം, നമ്മുടെ വാക്കുകൾ കർത്താവ് വിധിക്കും. രണ്ടാമതായിട്ടുള്ളത് നമ്മുടെ പ്രവർത്തികൾ. റോമർ 2:6. അവൻ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. നമ്മുടെ പ്രവർത്തികൾ. അപ്പൊ വാക്കുകൾ കഴിഞ്ഞു, അടുത്തത് പ്രവർത്തികൾ. എഫീഷ്യർ 6:8. ദാസനോ സ്വതന്ത്രനോ ഓരോരുത്തൻ ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കും എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രതിഫലം പ്രാപിക്കും. ഏതു തരത്തിലുള്ള വ്യക്തി, അന്നത്തെ കാലത്തെ അടിമയായാലും അടിമയല്ലാത്തവനായാലും, നമ്മൾ ചെയ്യുന്ന നന്മ, നമ്മുടെ സൽപ്രവർത്തികൾക്ക് ഒത്തവണ്ണമുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും. 1 കൊരിന്ത്യർ 3:10-13. താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തനെ നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്ന് ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്നവിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. പൗലോസ് ഇവിടെ ഒരു ഭവനം പണിയുന്ന ചിത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടിസ്ഥാനം ക്രിസ്തു. അത് ക്രിസ്തീയ ജീവിതമായാലും ക്രിസ്തീയ ശുശ്രൂഷയായാലും അടിസ്ഥാനം ക്രിസ്തു. ഇനി മേളിലോട്ട് എന്തുവാ കിട്ടുന്നത്? പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, അല്ലെങ്കിൽ മരം, പുല്ല്, വൈക്കോല്.
അല്ലെ? പൊന്നുകൊണ്ടൊരു വീട് കെട്ടുന്നു, ഒരുത്തൻ വൈക്കോല് കൊണ്ടൊരു വീട് കെട്ടുന്നു. എന്നിട്ട് അവസാനം ദൈവം എന്താ ചെയ്യുന്നത്? ഒരു തീ അങ്ങോട്ട് അയക്കും. തീ അയക്കുമ്പോൾ എന്തോ പറ്റും? മരവും, അതായത് തടിയും പുല്ലും വൈക്കോലും കത്തി നശിക്കും. മറ്റേത് പൊന്നും വെള്ളിയും വിലയേറിയ കല്ലും ഒന്നും നശിക്കത്തില്ല. ഒരു ചിത്രം തരികയാണ്. എല്ലാ പ്രവൃത്തിയും, ഇവിടെ ശുശ്രൂഷയാണ് ഇതിന്റെ പശ്ചാത്തലം, എങ്കിലും ശുശ്രൂഷ മാത്രമല്ല, എല്ലാ പ്രവൃത്തികളും അതിന്റെ ആ ക്വാളിറ്റി, അതിന്റെ ഗുണമേന്മ കർത്താവ് വന്നൊരു തീ അയച്ച് പരിശോധിക്കും. അപ്പൊ നമ്മൾ ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്റെ മേൽ കെട്ടിപ്പണിയും നമ്മുടെ ക്രിസ്തീയ ജീവിതമാകട്ടെ, ക്രിസ്തീയ ശുശ്രൂഷകളാകട്ടെ, നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഏത് തരത്തിലുള്ളതാ? പൊന്നാണോ, അതോ വെള്ളിയാണോ, അതോ വല്ല കല്ലാണോ, അതോ വെറും മരവും പുല്ലും വൈക്കോലും എപ്പ കത്തി ചാമ്പലായെന്ന് ചോദിച്ചാൽ മതി, അല്ലെ? അങ്ങനെ നമ്മുടെ പ്രവൃത്തികളെ കർത്താവ് അന്നാളിൽ ശോധന ചെയ്യും. അപ്പോൾ കർത്താവ് നമ്മളെ ന്യായം വിധിക്കുമ്പോൾ ഒന്നാമത് നമ്മുടെ വാക്കുകളെ അവൻ ശോധന ചെയ്യും, രണ്ടാമത് നമ്മുടെ പ്രവൃത്തികളെ അവൻ ശോധന ചെയ്യും. ഇനി മൂന്നാമതായിട്ടുള്ള വിഷയമാണ് നമ്മുടെ ഹൃദയത്തിലെ ഉദ്ദേശങ്ങൾ, മറഞ്ഞിരിക്കുന്ന ഉദ്ദേശങ്ങൾ. റോമാലേഖനം 2-ാം അധ്യായം 16-ാം വാക്യം. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. രഹസ്യങ്ങൾ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക്, ഹൃദയത്തിന്റെ രഹസ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഉദ്ദേശം, അല്ലെ? നമ്മൾ എന്ത് ഉദ്ദേശത്തിൽ ഒരു കാര്യം ചെയ്തു. അപ്പോൾ പ്രവൃത്തി മാത്രം പോരാ, പ്രവൃത്തിക്ക് പുറകിൽ ഹൃദയത്തിൽ എന്തായിരുന്നു ഉദ്ദേശം എന്നും കൂടെ അന്ന് നോക്കും, അല്ലെ? നമ്മൾ പറഞ്ഞ വാക്ക് നല്ല വാക്കായിരിക്കും, പുറകിൽ ഹൃദയത്തിന്റെ ഉള്ളിൽ എന്തായിരുന്നു? ആളുകളെ പറ്റിക്കാൻ വേണ്ടി നല്ല വാക്ക് പറഞ്ഞതാണോ? അല്ലെ? മുഖസ്തുതി ഒരു കെണിയാകുന്നു എന്നൊക്കെ സദൃശവാക്യത്തിലുണ്ട്. നമ്മൾ ചുമ്മാ ആളുകളെ വാഴ്ത്തിപ്പാടി ചുമ്മാ അവരുടെ നിന്ന് എന്തെങ്കിലും നേടാൻ. അപ്പം നല്ല വാക്കും നല്ല പ്രവൃത്തി ആയാൽ പോരാ, അത് നല്ല ഹൃദയത്തിൽ നിന്ന് വരുന്ന നല്ല വാക്കും നല്ല പ്രവൃത്തിയുമായിരിക്കണം, കപടത പോരാ. അപ്പോൾ ഹൃദയങ്ങളുടെ രഹസ്യങ്ങളെ ഒരു നാൾ കർത്താവ് ന്യായം വിധിക്കും. 1 കൊരിന്ത്യർ 4:5. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ചയുണ്ടാകും. ഹൃദയങ്ങളുടെ ആലോചനകൾ, ആ വാക്ക് ആലോചനകൾ എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കും ഉദ്ദേശം എന്നുള്ള അർത്ഥമുള്ള ഒരു വാക്കാണ്. അപ്പൊ കണ്ടോ, മറഞ്ഞിരിക്കുന്ന ഹൃദയത്തിന്റെ ഉദ്ദേശത്തെ വെളിച്ചത്തിൽ കൊണ്ടുവരും. അന്നെല്ലാം വെളിപ്പെട്ടൊരു എന്തിനാ നമ്മൾ യേശുവിൽ രക്ഷിക്കപ്പെടാൻ കടന്നു, എന്തിനാ ഞാൻ ശുശ്രൂഷ ചെയ്ത്, എന്തിനാ ഞാൻ പ്രസംഗിച്ചേ, എന്തിനാ ഞാൻ ഒരു വ്യക്തിയെ സ്നേഹിച്ചേ, എന്തിനാ ഞാൻ ആ വ്യക്തിയോട് സഹായം ചെയ്തേ, എല്ലാത്തിൻ്റെയും പുറകെ ഉള്ള ആ മറഞ്ഞിരിക്കുന്ന, ഇപ്പൊ മനുഷ്യർക്ക് ആർക്കും കാണാൻ പറ്റാത്ത ഹൃദയത്തിന്റെ ഉദ്ദേശം പോലും ദൈവം പുറത്തു കൊണ്ടുവരും. അപ്പൊ നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, ഇത് രണ്ടിനും പുറകിലുള്ള ഹൃദയത്തിന്റെ ഉദ്ദേശവും ദൈവം പുറത്തു കൊണ്ടുവന്നതിന് ശേഷമാണ് നമുക്ക് പുകഴ്ചയും പ്രതിഫലവും ഒക്കെ വരുന്നത്. അപ്പൊ ഈ ഹൃദയത്തിന്റെ ഈ ഉദ്ദേശം എന്ന് പറയുമ്പോൾ എന്തോ അവിടെ കർത്താവ് കാണാൻ ഉദ്ദേശിക്കുന്നത്? ഏത് ഉദ്ദേശത്തിന് പ്രതിഫലം കിട്ടും? 2 കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഹൃദയത്തിന്റെ മറഞ്ഞിരിക്കുന്ന രഹസ്യമായിരിക്കുന്ന ആലോചന അല്ലെങ്കിൽ ഉദ്ദേശം എന്താണെങ്കിൽ ദൈവം നമുക്ക് പ്രതിഫലം തരും. 2 കാര്യം: 1 വിശ്വസ്തത, 2 സ്നേഹം. ഒരുപാട് വാക്യങ്ങളുണ്ട്, 1-2 വാക്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് വിശ്വസ്തതയെ സൂചിപ്പിക്കുന്ന വാക്യങ്ങൾ മത്തായി 25:21. അതിന് യജമാനൻ, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് അവനോട് പറഞ്ഞു. താലന്തുകളുടെ ഉപമ നമുക്കറിയാം, അല്ലെ? കർത്താവ് 5 താലന്ത് ഒരു വ്യക്തിക്ക് കൊടുത്തു. തിരിച്ചു വന്നപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അത് 10 ആക്കിയിരിക്കുന്നു. വേറൊരുത്തന് 2 ആയിരുന്നു, അവൻ 5 ആക്കി. വേറൊരുത്തന് 1 കൊടുത്തു, അവൻ ആ 1 വെച്ചുകൊണ്ടിരുന്നു, ഒന്നും ചെയ്തില്ല. അല്ലെ? അപ്പൊ കർത്താവ് അതിലെ വിശ്വസ്തതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, നിന്റെ ഹൃദയത്തിന്റെ ഉദ്ദേശം ഞാൻ കാണുന്നു, നിനക്ക് എന്നോട് പ്രതിബദ്ധതയുണ്ട്, എന്നോട് നീ വിശ്വസ്തത കാണിക്കുന്നു. താലന്തുകൾ ആ ഉപമ എടുത്ത് വായിച്ചാൽ അറിയാം. 22-ലും 23-ലും ഒക്കെ ഇതാണ് എടുത്തു പറയുന്നത്, വിശ്വസ്തത, വിശ്വസ്തത, അല്ലെ? അത് തന്നെ കർത്താവ് ലൂക്കോസ് 12-ലും ദാസനെ ഏൽപ്പിച്ചിട്ട് പോയ പ്രവൃത്തി ദൂരെ പോയ യജമാനൻ മടങ്ങി വരുമ്പോൾ അവൻ ചെയ്യുന്നത് കാണുകയാണെങ്കിൽ ആ ദാസൻ ഭാഗ്യവാൻ, അല്ലെ? നമ്മളെ ഒരു കർത്തവ്യം ചെയ്യുവാൻ, ഒരു ഉത്തരവാദിത്തം തന്നേച്ച ഒരു വ്യക്തി പോയി, തിരിച്ചു വന്നപ്പോൾ നമ്മൾ കിടന്ന് ഉറങ്ങുന്നു. അത് പുള്ളി കണ്ടാൽ എങ്ങനെ ഇരിക്കും? അയ്യോ, യജമാനം വന്നപ്പോൾ ഞാൻ ജോലിയും ചെയ്ത് കിടന്ന് ഉറങ്ങുന്നു.
അങ്ങനെ കാണുകയല്ല, തിരിച്ചു വന്നപ്പോൾ പറഞ്ഞ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലേ? അതുകൊണ്ടാണ് ലൂക്കോസ് 12:43 പറഞ്ഞിരിക്കുന്നത്, യജമാനൻ വരുമ്പോൾ, കർത്താവ് മടങ്ങി വരുമ്പോൾ അവൻ പറഞ്ഞതുപോലെ വിശ്വസ്തയോടെ നമ്മൾ അത് തന്നെ ചെയ്യുന്നത് അവൻ കാണുകയാണെങ്കിൽ ആ ദാസൻ ഭാഗ്യവാൻ. നമ്മൾ അങ്ങനെയുള്ളവരാണ് ഭാഗ്യവാൻ, അല്ലേ? കൊലോസ്യ ലേഖനം 3:23-24. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിനെ സേവിപ്പിൻ. കേട്ടോ, നമ്മൾ മനുഷ്യരോടൊക്കെയാണ് ചില പ്രവൃത്തികൾ ചെയ്യുന്നതെങ്കിലും നമ്മൾ യേശുവിനെ ഓർത്ത് വേണം മനസ്സിൽ ആ പ്രവൃത്തി ചെയ്യാൻ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രതിഫലം കർത്താവ് തരും. അപ്പം നമ്മുടെ പ്രവൃത്തിയിൽ നമ്മുടെ ഉദ്ദേശം എന്താണ്? കർത്താവിനെ ഓർത്തിട്ട്, ദൈവത്തെ ഓർത്തിട്ട് ഞാൻ ഈ വിഷയത്തിൽ ഇയാൾക്ക് ഇത് ചെയ്യാൻ പോകുന്നു എന്നാണെങ്കിൽ നമ്മൾ മനുഷ്യരെയാണ് സഹായിക്കുന്നതെങ്കിലും സേവിക്കുന്നത് കർത്താവിനെ, അല്ലേ? ഈ വ്യക്തിയോട് ഞാൻ സഹായം ചെയ്ത് ഈ വ്യക്തിയെ നോക്കിയിട്ടല്ല, കർത്താവിനെ ഓർത്തിട്ടാണ്. കർത്താവിനെ സേവിക്കുന്നു എന്ന് ഓർത്തുകൊണ്ട് ഈ വ്യക്തിയെ സേവിക്കുന്നു. അങ്ങനെ നമ്മുടെ ഉള്ളത്തിൽ, ഹൃദയത്തിൽ വിശ്വസ്തതയുണ്ടെങ്കിൽ, അതാണ് വിഷയം. കർത്താവിനോട് ഞാൻ നീതി പുലർത്തും. ഈ വ്യക്തി നീതി പുലർത്താനൊന്നും യോഗ്യനൊന്നുമല്ല, അല്ലെ? ഈ വ്യക്തി എന്നെ തഴഞ്ഞുകൊണ്ടിരിക്കുക, ഈ വ്യക്തി എനിക്ക് വേദന തന്നുകൊണ്ടിരിക്കുക, ഇവൻ്റെയൊക്കെ സ്വഭാവം വെച്ചിട്ട് തിരിച്ച് ഒന്നും കൊടുക്കാൻ കൊള്ളത്തില്ല. പക്ഷേ കർത്താവിനോടുള്ള എൻ്റെ വിശ്വസ്ത നിമിത്തം അവൻ പറഞ്ഞതുകൊണ്ട് ഞാനിത് ചെയ്യും, അല്ലേ? നമ്മൾ ചില ഭാര്യ ഭർത്താക്കന്മാരുടെ അടിപിടി ഇങ്ങനെയാണ് ക്രിസ്തീയ മാർഗത്തിൽ പരിഹരിക്കുന്നത്. നിങ്ങളുടെ ഭാര്യ ചിലപ്പോൾ കൊള്ളത്തിലായിരിക്കും, നിങ്ങളുടെ ഭർത്താവ് ചിലപ്പോൾ കൊള്ളത്തിലായിരിക്കും, ഒരു കാശിനും കൊള്ളത്തില്ല, ശരിയാ, അവരുടെയൊക്കെ സ്വഭാവം വെച്ചിട്ട് തിരിച്ച് ചവിട്ടാ കൊടുക്കണ്ടേ. പക്ഷേ കർത്താവ് നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഭർത്താവാണ്, കർത്താവ് നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഭാര്യയാണ്. അവൻ പറയുകയാണ്, നീ അവളെ സ്നേഹിക്കണം, പരിപാലിക്കണം, ത്യാഗസമ്പൂർണതയോടെ സേവിക്കണം. അതുകൊണ്ട് കർത്താവിനെ ഓർത്ത്, ക്രിസ്തുവിനെ സേവിക്കുകയാണെന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഇവളെ സ്നേഹിക്കുന്നു, ഇവളെ പൊറുക്കുന്നു, ഇവളെ പരിപാലിക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ പ്രതിഫലം കർത്താവ് തരും. കാരണം നിങ്ങൾ ആത്യന്തികമായിട്ട് ഈ പ്രവൃത്തി ചെയ്തപ്പോൾ ഹൃദയത്തിലെ ഉദ്ദേശം കർത്താവിനോട് വിശ്വസ്തത കാണിക്കും. അപ്പൊ കണ്ടോ, ഹൃദയത്തിലെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ ഉദ്ദേശം ദൈവം വിധിക്കും എന്ന് പറയുമ്പോൾ ഒന്നാമതായിട്ട് അവൻ കാണാൻ ഉദ്ദേശിക്കുന്നത് വിശ്വസ്തത. ഇനി രണ്ടാമതായിട്ട് സ്നേഹം. 1 കൊരിന്ത്യർ 13:3. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. കണ്ടോ, ചെയ്ത പ്രവൃത്തിയൊക്കെ നല്ല പ്രവൃത്തിയായിരുന്നു. അന്നദാനം, എനിക്കുള്ളതെല്ലാം അന്നദാനം. ബാങ്ക് ബാലൻസ് പൂജ്യമാക്കുന്ന രീതിയിൽ അന്നപാനം ചെയ്തു. എന്നിട്ട് ഇനി ഒന്നും കൊടുക്കാനില്ല, എൻ്റെ ശരീരവും കൂടെ ഞാൻ അങ്ങ് കത്തിക്കാൻ കൊടുത്തു. പക്ഷേ പ്രവൃത്തി മാത്രം പോരാ, അതിൻ്റെ പുറകിലുള്ള ഹൃദയത്തിൻ്റെ ഉദ്ദേശം. ഇതെല്ലാം ചെയ്തേച്ച് ഫോട്ടോ എടുത്ത് പത്രത്തിൽ ഇടണം, എല്ലാവരും കാണണം, കൈയടിക്കണം. അങ്ങനെ ചെയ്തെങ്കിൽ സ്നേഹത്തിലല്ല അത് ചെയ്തത്, സ്വാർത്ഥതയിലാണ് ചെയ്തത്. എനിക്ക് കുറച്ച് ആളാവണം, അല്ലേ? നമ്മൾ ശുശ്രൂഷയിൽ ഒരുപാട് കാണുന്നതാണ്, പല ഓർഫനേജിലും ഒക്കെ പലരും പോയച്ച് ഫോട്ടോ എടുപ്പാണ്, അല്ലെ? എല്ലാ ശുശ്രൂഷയിലും അവസാനം ഫോട്ടോ സെഷൻ, എന്നിട്ട് അവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് അവർ വലിയ ഗമയെടുക്കുകയാണ്. അപ്പം നമ്മളെ ഉപയോഗിക്കുകയായിരുന്നു, നമ്മളോട് സ്നേഹമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ചെയ്താൽ എനിക്കൊരു പ്രയോജനവും ഇല്ലെന്ന് അപ്പോസ്തലൻ പറയും. അപ്പോൾ നല്ല പ്രവൃത്തിയുടെ പുറകിൽ ഹൃദയവിശുദ്ധി ദൈവം ശോധന ചെയ്യും, വിശ്വസ്തത നോക്കും. രണ്ടാമത് അതിൻ്റെ പുറകിൽ സ്നേഹമായിരുന്നു. നമ്മൾ ചെയ്ത എല്ലാ സൽപ്രവൃത്തിയുടെയും പുറകിൽ സ്നേഹമായിരുന്നു നമ്മുടെ പ്രചോദനം എന്ന് കർത്താവ് നോക്കും, അല്ലേ? എബ്രായർ 6:10. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആത്യന്തികമായിട്ടും വിശ്വസ്തത കർത്താവിനോട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ കണ്ടോ, തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം. ദൈവത്തെയാണ് ഇവർ ഏറ്റവും ആത്യന്തികമായിട്ട് സ്നേഹിച്ചത്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? മറ്റു വിശ്വാസികളെ, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചു. കണ്ടോ, ദൈവത്തോടുള്ള വിശ്വസ്തത നിമിത്തം നേരത്തെ നമ്മൾ കണ്ടു, ദാസന്മാരെ നിങ്ങൾ മനുഷ്യർക്കെന്നല്ല കർത്താവിന് മനസ്സോടെ പ്രവർത്തിക്കുക. നിങ്ങൾ ഓഫീസിൽ പോകുമ്പോൾ നിങ്ങളുടെ ഓഫീസിലുള്ളവരെ അല്ല സേവിക്കുന്നത്, കർത്താവിനെന്ന് വെച്ച് കർത്താവിനോടുള്ള വിശ്വസ്തത നിമിത്തം നിങ്ങളുടെ വേലയിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾ വിശ്വസ്തത കാണിക്കുന്നു. ഇവിടെ കണ്ടോ, ദൈവത്തോടാണ് ആത്യന്തികമായ സ്നേഹം, അതുകൊണ്ട് നിങ്ങൾ മറ്റു വിശ്വാസികളെയൊക്കെ ശുശ്രൂഷിക്കുന്നു. അപ്പൊ ഹൃദയത്തിൽ ദൈവത്തോട് വിശ്വസ്തതയുണ്ടോ, ദൈവത്തോട് സ്നേഹമുണ്ടോ എന്ന് ഹൃദയങ്ങളുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ന്യായവിധി ദിവസത്തിൽ കർത്താവ് ശോധന ചെയ്യും. ഇങ്ങനെ ശോധന ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നെങ്കിൽ നമുക്ക് പ്രതിഫലം കിട്ടും, ഇല്ലേ പ്രതിഫലം നഷ്ടപ്പെടും. അത് സൂചിപ്പിക്കുന്ന വാക്യമാണ് അടുത്തത്. അപ്പം നമ്മൾ
എന്താണ് കർത്താവ് ശോധനയ്ക്ക് മാനദണ്ഡമാക്കി വെച്ചിരിക്കുന്നതാണ് ഇത്രയും നേരം കണ്ടത്. നമ്മുടെ വാക്കുകൾ, പ്രവൃത്തികൾ, ഇതിന്റെ പുറകിലുള്ള ഹൃദയത്തിന്റെ ഉദ്ദേശം. ഇങ്ങനെ കർത്താവ് ശോധന ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് പ്രതിഫലം കിട്ടും, ഇല്ലേ പ്രതിഫലം നഷ്ടപ്പെടും. 1 കൊരിന്ത്യർ 3:14-15. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. നേരത്തെ നമ്മൾ പറഞ്ഞു കേട്ടല്ലോ, അടിസ്ഥാനം ക്രിസ്തു, പിന്നെ നമ്മൾ മേളിലോട്ട് കെട്ടിടം പണിയുകയാണ്. അത് വേണമെങ്കിൽ സ്വർണവും വെള്ളിയും വലിയ കല്ലൊക്കെ വെച്ച് കെട്ടാം, അല്ലെങ്കിൽ തടിയും വെറും വൈക്കോലും പുല്ലും ഒക്കെ വെച്ച് കെട്ടാം. ആ പ്രവൃത്തിയിലേക്ക് കർത്താവ് എന്ത് ചെയ്യും? തീ അയച്ച് ശോധന ചെയ്യും. അപ്പൊ തീ അയക്കും, എന്ത് പറ്റും? തീയിൽ നിലനിൽക്കുമെങ്കിൽ പ്രതിഫലം കിട്ടും. തീയിലെല്ലാം വെന്തു പോകുമെങ്കിൽ, തടിയും പുല്ലും വൈക്കോലും ഒക്കെ വെന്തു പോകുമെങ്കിൽ നഷ്ടം സംഭവിക്കും. എന്ന് പറഞ്ഞാൽ അങ്ങ് രക്ഷിക്കപ്പെടത്തില്ലെന്നാണോ? അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, താനോ രക്ഷിക്കപ്പെടും, രക്ഷിക്കപ്പെട്ടു, പക്ഷെ ജീവിതത്തിൽ ചെയ്ത ഒരു പ്രവൃത്തിക്കും പ്രതിഫലമില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്വർഗത്തിലെ പിച്ചക്കാരനാകുമെന്ന് തോന്നുന്നു, അല്ലേ? ക്രിസ്തീയ ജീവിതത്തിൽ ആ കൂടെ ചെയ്തത് രക്ഷിക്കപ്പെട്ടു, അത്രയേ ഉള്ളൂ. ശൈശവത്തിൽ ഇരിക്കുകയാണ്, വേറെ ഒന്നിനും ദൈവത്തിന് പ്രതിഫലം കൊടുക്കാൻ കഴിയത്തില്ല. താനോ രക്ഷിക്കപ്പെടും, പക്ഷേ ഛേദം സംഭവിക്കും, നഷ്ടപ്പെടും. ജീവിതത്തിനൊരു അന്ന് രക്ഷിക്കപ്പെട്ട അന്നങ്ങ് മരിച്ചിരുന്നെങ്കിലുള്ള അതേ സ്ഥിതിയിലായിരിക്കും. അപ്പൊ കണ്ടോ, ഒന്നുകിൽ നമുക്ക് പ്രതിഫലം കിട്ടും, ഇല്ലെങ്കിൽ ഛേദം സംഭവിക്കും. അപ്പോൾ ഉറപ്പില്ല നമ്മുടെ ആരുടെയും കാര്യം. രക്ഷ ഉറപ്പാണ്. നമ്മൾ ഇനി അന്ത്യം വരെ നമ്മൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പോരാടി നിൽക്കുകയാണെങ്കിൽ രക്ഷ ഉറപ്പാണ്, നമ്മൾ ശിക്ഷാവിധി പോവുകയില്ല. പ്രതിഫലം ഉറപ്പാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ പ്രവൃത്തിക്ക് അനുസരിച്ചിരിക്കും. അപ്പൊ നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, അതിൻ്റെ പുറകിലുള്ള ഹൃദയത്തിന്റെ ഉദ്ദേശം, ഇതൊക്കെ പൊന്നും വെള്ളിയും വിലയേറിയ കല്ലും പോലെ ആയിരിക്കണം. കർത്താവിൻ്റെ ശോധനയിൽ നിലനിൽക്കുന്നതായിരിക്കണം, അവന് പ്രസാദകരമുള്ളതായിരിക്കണം. അല്ലാതെ പുല്ലും വൈക്കോലും തടിയും പോലെ കത്തിപ്പോകുന്നതാകരുത്. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ ആത്മീയ ജീവിതത്തിന്റെ ഗുണമേന്മയാണ് ഇവിടെ പഠിപ്പിക്കുന്ന കാര്യം. അല്ലാതെ ചുമ്മാ ഒരു സാധാരണ വിശ്വാസിയായിട്ട് എങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്ന് ചിന്തിക്കരുത്. ഇതൊക്കെ അന്ത്യനാളിൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും, അങ്ങനത്തെ തീരുമാനങ്ങൾ. എപ്പോഴും നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറണം, എനിക്ക് ആത്മീകതയിൽ വളരണം, ഉയരണം എന്നുള്ളൊരു ചിന്ത വേണം. അതില്ലാത്തവരൊക്കെ അവസാനം ചെന്ന് രക്ഷിക്കപ്പെടും, ബാക്കിയെല്ലാം തീയിൽ കത്തി ഒരു ഗുണവും ഇല്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതമായിരിക്കും. അപ്പോൾ ഈ ശോധനയിൽ നഷ്ടവും സംഭവിക്കാം, പ്രതിഫലവും ലഭിക്കാം. പ്രതിഫലം ലഭിക്കും എന്ന് ഉറപ്പുള്ള പൗലോസ് അപ്പോസ്തലന്റെ ഈ സാക്ഷ്യം ഒന്ന് കേട്ടെ. 2 തിമോത്തിയോസ് 4:7-8. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ച ഏവർക്കും കൂടെ. ഇത് പലപ്പോഴും ഈ വാക്യം വായിച്ചിട്ട് എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉണ്ടേ എന്നിങ്ങനെ പറഞ്ഞങ്ങ് പോകും. ഒരു ധ്വനി അതാണ്. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, എനിക്ക് മാത്രമല്ല, സകല വിശ്വാസികൾക്കൊന്നല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും. അവന്റെ 2ാം വരവ് മുന്നിൽ കണ്ട് അതിനൊത്തവണ്ണമുള്ള ജീവിതം ജീവിച്ച ഏവർക്കും കിട്ടും. അങ്ങനെയൊക്കെ വളരെ സൂക്ഷ്മതയോടെയാണോ നമ്മൾ ജീവിക്കുന്നത്? അവൻ്റെ 2ാം വരവ് മുന്നിൽ കണ്ട് അന്ന് ഞാൻ കണക്ക് കൊടുക്കേണ്ടി വരും, വാക്കുകൾക്ക് കണക്ക് കൊടുക്കേണ്ടി വരും, പ്രവൃത്തികൾക്ക് കണക്ക് കൊടുക്കേണ്ടി വരും, ഹൃദയത്തിലെ ഉദ്ദേശങ്ങൾക്ക് കണക്ക് കൊടുക്കേണ്ടി വരും. വിശ്വസ്തതയും സ്നേഹവും എൻ്റെ ജീവിതത്തിൽ വേണം. അന്നാൾ അവൻ അത് നോക്കും, ശോധന ചെയ്യുമെന്ന് പ്രിയം വെച്ച കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും ലഭിക്കും നീതിയുടെ കാര്യം എന്നാ അവിടെ പറഞ്ഞിരിക്കുന്നില്ല. അങ്ങനെ അപ്പോസ്തലൻ തൻ്റെ ഓട്ടം തികച്ച് വിശ്വാസം കാത്തു എന്നാണ് ആദ്യം പറഞ്ഞത്. അങ്ങനെയുള്ളവർക്ക് ഒരു കിരീടം, പ്രതിഫലം അതാ കാത്തിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ അങ്ങനെയുള്ള സകല വിശ്വാസികൾക്കും നൽകും. ഇതൊന്നും ഇല്ലാത്ത പുല്ലും വൈക്കോലും ഒക്കെ ആയിട്ടിരിക്കുന്നവന് എല്ലാം കത്തി നശിക്കും. അപ്പൊ കണ്ടോ, പ്രതിഫലമാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ ശിക്ഷാവിധിയിൽ പോകുവാൻ വേണ്ടി അവർക്കൊരു ന്യായവിധി ദിവസമുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ച് വിശ്വാസത്താൽ നമ്മൾ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് ഇനി നമുക്ക് ന്യായവിധി ദൈവം വെച്ചിരിക്കുന്നത് എന്ത് പ്രതിഫലം തരണമെന്ന് വെച്ചിട്ടാണ്, അല്ലേ? എന്ത് പ്രതിഫലം, എന്ത് കിരീടം, അല്ലേ? അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്തായി കിരീടം, എന്തായി പ്രതിഫലം. പക്ഷെ എന്തോ ഒരു പ്രതിഫലം ഉണ്ട്, എന്തോ ഒരു ഛേദവും ഉണ്ട്. കർത്താവ് അവസാനം നമ്മുടെ ഈ വാക്കുകളും പ്രവൃത്തികളും ഹൃദയങ്ങളെയും ഒക്കെ അവൻ ശോധന ചെയ്യും. അവൻ്റെ മുൻപിൽ പോയി കണക്ക് കൊടുക്കാൻ ബാധ്യത നമുക്കുണ്ട്.
അപ്പോൾ ഇത്രയാണ് ഉപദേശം. ഇനി നമുക്ക് 5 പ്രായോഗിക തലത്തിലുള്ള ഗുണങ്ങൾ പഠിച്ച് ഇന്നത്തെ ഈ പഠനം അവസാനിക്കാം വളരെ വേഗത്തിൽ. ഒന്നാമതായിട്ട് മാനസാന്തരപ്പെടണം. പ്രവൃത്തികൾ 17:30-31. എന്നാൽ അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ച് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയുമിരിക്കുന്നു. വിശ്വാസികളാകട്ടെ അവിശ്വാസികളാകട്ടെ വരുവാനിരിക്കുന്ന ഒരു ന്യായവിധി ദിവസം ഓർത്തുകൊണ്ട് ഇന്ന് മാനസാന്തരത്തിൽ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. അതനുസരിക്കുന്നവരാണ് ശരിയായ വിശ്വാസികൾ. അതനുസരിക്കാത്ത എല്ലാവരും അവിശ്വാസികളാണ്. പള്ളിയിൽ പോകുന്നവനായാലും പോകാത്തവനായാലും ഒന്നും വ്യത്യാസമില്ല. ഈ പറയുന്ന വസ്തുത, ഒരു ദിവസം ദൈവം നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ഓർത്തുകൊണ്ട് ഇന്ന് മാനസാന്തരപ്പെടണം. അപ്പൊ നമ്മൾ ആരെങ്കിലും മനഃപൂർവ്വ പാവങ്ങളിൽ ജീവിക്കുന്നുണ്ട്, അതിന്ന് വിട്ടുമാറണം. അത് അപകടമാണ്. മാനസാന്തരപ്പെടണം. റോമർ 2:3-4. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റിയൊഴിയുമെന്ന് നനയ്ക്കുന്നുവോ? അല്ല, ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? മറ്റുള്ളവരെയൊക്കെ വിധിച്ചോണ്ട് നടക്കുക, പക്ഷെ അതേ പാപം വീട്ടിൽ പോയി ചെയ്യുന്നുണ്ട്. അതാണ് 3-ാമത്തെ വാക്യം, അല്ലേ? ഈ പറഞ്ഞ പാപങ്ങളൊക്കെ പ്രവർത്തിക്കുന്നവരെ വിധിക്കുക. ഈ അവനൊക്കെ എന്താ പാപി, ഇവനൊക്കെ പാപി, അവനൊക്കെ പാപി എന്ന് പറഞ്ഞിട്ട് അത് തന്നെ പ്രവർത്തിക്കുന്ന മനുഷ്യ, നിന്റെ വിചാരം നീ ദൈവത്തിന്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്നാണോ? പിന്നെ ഇന്ന് നീ ദൈവത്തിന്റെ വിധിയിലാകാതിരിക്കുന്നതിന്റെ കാരണം അവൻ ദീർഘക്ഷമ കാണിക്കുന്നു. അവൻ നിനക്ക് മാനസാന്തരപ്പെടുവാൻ ഒരു അവസരം നൽകുന്നു. ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു. ഏത് ദയ? ഇപ്പൊ അവൻ ക്ഷമിച്ച് കാത്തിരിക്കുകയാണ് നീയൊക്കെ മാനസാന്തരപ്പെടുവാൻ. അപ്പൊ അത് വിശ്വാസികളാണേലും, തുടർമാനമായി പാപമൊക്കെ ചെയ്ത് നടക്കുന്ന വിശ്വാസികളാണേലും എന്തുകൊണ്ടാ മരിച്ചു പോകാത്തെ? എന്തുകൊണ്ടാ മറ്റേ നേരത്തെ പറഞ്ഞ ബാലശിക്ഷ ഒന്ന് കൊല്ലാത്തെ? ദൈവം കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പ് വ്യർത്ഥമാക്കി കളയരുത്. വളരെ വേഗം മാനസാന്തരപ്പെടുക. രണ്ടാമതായിട്ട്, നമ്മൾ ഈ വിശ്വാസികൾക്ക് ഒരു ന്യായവിധി ദിവസമുണ്ടെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് പിന്നെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ: കർത്താവിനെ പ്രസാദിപ്പിക്കുക. വേറെ ഒരു ലക്ഷ്യവും കാണത്തില്ല. മറ്റ് ലക്ഷ്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിൻ്റെ കാരണം ഈ ദിവസം ഓർക്കാറില്ല. ഒരു ന്യായവിധി ദിവസമുണ്ട്, കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ടെന്ന് ചിന്തിക്കാത്തപ്പോഴാണ് ക്രിസ്തീയ വിശ്വാസികൾ വഴിതെറ്റി പോകുന്നത്. 2 കൊരിന്ത്യർ 5:10 നമ്മൾ നേരത്തെ വായിച്ചു. നമ്മുടെ കാണാ പഠിക്കേണ്ട വാക്യം ഈ 9ഉം 10ഉം കൂടെ ചേർത്ത് വായിക്കാം. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രതിഫലം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. 10ാം വാക്യം നമ്മൾ നേരത്തെ കേട്ടതാണ്. നമ്മൾ എല്ലാവരും അവന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ നിന്ന് പ്രതിഫലം വാങ്ങിക്കേണ്ടതാണ്. പക്ഷെ അതിന് തൊട്ടു മുമ്പ് പറഞ്ഞിരിക്കുന്നുണ്ടോ? അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും, ഭൂമിയിലാണേലും കർത്താവിന്റെ സന്നിധിയിലാണേലും ഒരു ലക്ഷ്യമേ നമുക്കുള്ളൂ: അവനെ പ്രസാദിപ്പിക്കണം. അതിന് കാരണമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നാൾ പോയി കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ ദൈവത്തെ പ്രസാദിക്കുന്നവരാണോ അല്ലേന്നാണ് ഈ ന്യായവിധി ദിവസത്തിൽ തീരുമാനിക്കുന്നത്. അപ്പൊ ഇന്നേ നമുക്കൊരു തീരുമാനം എടുക്കാം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ഒരൊറ്റ ലക്ഷ്യം മതി: അവനെ പ്രസാദിക്കുക. അല്ലേ? നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ ഹൃദയത്തിന്റെ ഉദ്ദേശങ്ങളൊക്കെ അവന് പ്രസാദം വരുത്തുന്ന ഒരു ജീവിതമായിരിക്കണമെന്ന ഉറച്ച തീരുമാനം വേണം. എങ്കിൽ ഈ ന്യായവിധി ദിവസം നമുക്ക് പ്രതിഫലത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു ദിവസമായിരിക്കും. 2 പത്രോസ് 3:10-12. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുംമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവ ഒക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തിരുവാനുമുള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നു ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവരായിരിക്കണം. എത്ര വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവരായിരിക്കണം. കർത്താവിന്റെ 2ാം വരവിൽ വിശ്വസിക്കുകയാണെങ്കിൽ അന്ന് ഈ ലോകം മുഴുവൻ കത്തി നശിക്കും. ആ തീ വരുന്നുണ്ട്, എല്ലാം ശോധന ചെയ്ത് അവസാനിപ്പിക്കുന്ന തീ വരുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ച് കാത്തിരിക്കുന്നവരാണെങ്കിൽ
തെളിവായി വരേണ്ട വിഷയമാണ് വിശുദ്ധിയോടും ഭക്തിയോടുമുള്ളൊരു ജീവിതം. കണ്ടോ ആ തമ്മിലുള്ള ബന്ധം കണ്ടോ? കർത്താവിൻ്റെ ദിവസം വരുന്നു എന്ന് മനസ്സിൽ ചിന്തിക്കുകയും അത് ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജീവിതത്തിൽ വിശുദ്ധിയും ഭക്തിയും കാണും. പാപത്തിൻ്റെ മാലിന്യത്തിൽ നിന്ന് നമ്മൾ മാറി നടക്കും. നമുക്ക് കർത്താവിനോട് മാത്രമായിരിക്കും സ്നേഹം, വിശ്വസ്തത. നമ്മൾ നേരത്തെ കണ്ടല്ലോ, ആത്യന്തികമായി അവനോട് വിശ്വസ്തത, ആത്യന്തികമായി അവനോട് സ്നേഹം, അതാണ് ഭക്തി. അപ്പൊ കണ്ടോ, നിങ്ങൾ എത്ര, അതെ പത്രോസ് ചോദിക്കുന്നത് എത്ര ആയിരിക്കണം അല്ലേ? അല്ല, നിങ്ങൾ ആയിരിക്കണമെന്ന് പറഞ്ഞ ഒരു കൽപ്പനയല്ല. പുള്ളി ഇങ്ങനെ ചിന്തിക്കുക, അയ്യോ എത്ര വിശുദ്ധരായിരിക്കണം നിങ്ങൾ. ഇതെല്ലാം വിശ്വസിക്കുകയാണ്, ഈ ഭൂമിയൊക്കെ കഴിഞ്ഞ് എല്ലാം പണികളും എല്ലാം വെന്തുപോകുമെന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ എത്ര വിശുദ്ധിയോടെ നിങ്ങൾ ജീവിക്കണം അല്ലേ? നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ് ഈ വിശുദ്ധി. ഫിലിപ്പ് ലേഖനം 3:14. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിന്നിലുള്ളത് മറന്നും മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ലാക്കിലേക്ക് ഓടുന്നു. ലാക്ക് എന്നൊക്കെ പറഞ്ഞ പഴയ മലയാള ഭാഷയിലെ ലക്ഷ്യം, ഒരു ലക്ഷ്യത്തിലേക്ക് ഓടുന്നു. എന്താ? ഈ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദെന്ന് പറഞ്ഞാൽ പ്രതിഫലം അല്ലേ? ആ സമ്മാനം, ആ പ്രതിഫലം ലക്ഷ്യം വെച്ചുകൊണ്ട് പഴയതൊക്കെ മറന്നേച്ച് ഒരു ദിശാബോധത്തോടെ മുമ്പിലോട്ട് ആഞ്ഞുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ ഓടുകയാണ്. നമ്മൾ അങ്ങനാണോ? നമ്മുടെ മുൻപിൽ ഈ പ്രതിഫലം വാങ്ങിക്കുന്ന ന്യായവിധി ദിവസമാണോ മുന്നിൽ എപ്പോഴും? ഓഫീസിൽ പോയി ജോലി ചെയ്യുമ്പോഴും മനുഷ്യരോടല്ല ദൈവത്തോടാ വിശ്വസ്തത കാണിക്കേണ്ടത്. സഭയെ കടന്നു വരുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹം നിമിത്തം വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കണം അല്ലെ? വീട്ടിലെ കുടുംബ ബന്ധങ്ങളിൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ, പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഹൃദയത്തിന്റെ ഉദ്ദേശം, ഇവിടെ എല്ലാം എൻ്റെ മുൻപിൽ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ, ക്രിസ്തുവിൻ്റെ ആ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലക്ഷ്യബോധത്തോടെ ഓടുന്നു. നമ്മൾ അങ്ങനാണോ? നമുക്കൊരു ദിശാബോധമുണ്ടോ? എനിക്ക് പ്രാപിക്കണം. ചില ഈ ഒളിമ്പിക്സ് മത്സരത്തിനൊക്കെ ഈ ഒരുക്കുന്നവരെ കണ്ടിട്ടില്ലേ? 4 വർഷം കഴിഞ്ഞ് ഒരു ഒളിമ്പിക്സ് നടക്കും, അന്ന് എനിക്ക് ഏതോ ഒരു ചെറിയ എന്തോ ഒരു വട്ടം കിട്ടാൻ വേണ്ടിയിട്ട് കിടന്ന് ഇപ്പോഴേ കഷ്ടപ്പെടുകയാണ്. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്നു, ആഹാരമൊക്കെ ക്രമീകരിക്കുന്നു അല്ലേ? 4 വർഷം മറ്റുള്ളവരൊക്കെ കിടന്ന് ഉറങ്ങുന്നു, തിന്നുന്നു, കുടവയറ് ചാടുന്നു. ഇവർക്ക് ഒരു ഒറ്റ ഉദ്ദേശമുള്ളൂ, അന്ന് എനിക്ക് ബിരുദ പ്രാപിക്കണം. അതുപോലെ ഒരു ഓട്ടക്കാരൻ്റെ ഏകാഗ്രത നമുക്ക് കടന്നു വരണം. ഒരൊറ്റ ലക്ഷ്യം, കർത്താവിനെ പ്രസാദിപ്പിക്കുക. അപ്പൊ ഒന്നാമത്തേത് മാനസാന്തരപ്പെടുക, രണ്ടാമത്തേത് ജീവിതത്തിന് ഒരൊറ്റ ലക്ഷ്യം, ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുക. മൂന്നാമതായിട്ട് കർത്താവിനെ ഭയപ്പെടുക. 1 പത്രോസ് 1:17. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ കണ്ടതാണ്, നിത്യശിക്ഷാവിധി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുകയാണ്, ഞാൻ ആരെ ഭയപ്പെടേണ്ടു എന്ന് പറയുന്നു? ഒന്നേച്ച് നിത്യനരകത്തിൽ തള്ളിക്കളയാൻ കഴിയുന്നവൻ, അതായത് യേശു ക്രിസ്തുവിനെ ഭയപ്പെടണം. ഇവിടെയും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു നാൾ ന്യായം വിധിക്കുന്ന കർത്താവിനെ നിങ്ങൾ അറിയുന്നുവെങ്കിൽ ഇപ്പോഴുള്ള ക്രിസ്തീയ ജീവിതം, അതിനാണ് പ്രവാസകാലം എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ടില്ല, നമ്മുടെ സ്വദേശമായ സ്വർഗത്തിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴുള്ളത് ഇതൊരു പ്രവാസകാലമാണ്. ഇതെൻ്റെ വീടൊന്നുമല്ല, ഈ ലോകം എൻ്റെ വീടൊന്നുമല്ല. ഈ പ്രവാസകാലം എങ്ങനെ ജീവിക്കണം? ഭയത്തോടെ ജീവിക്കണം. കാരണം എന്താണ്? കടന്നുപോയി നമ്മൾ നിൽക്കേണ്ട ന്യായവിധി കർത്താവ് മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കും. കണ്ടോ? അന്ന് അവിടെ ചെല്ലുമ്പോൾ ആർക്കും ഒരു സ്പെഷ്യൽ പ്രത്യേക ഒരു പരിഗണനയും ലഭിക്കുകയില്ല. മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം, വാക്ക്, പ്രവൃത്തി, ഹൃദയത്തിന്റെ വിശ്വസ്തതയും സ്നേഹവും, ഇതൊക്കെ ആരുടെ മുഖമൊന്നും നോക്കത്തില്ല. ഇത് മറ്റേ പാസ്റ്ററാണ്, ഇത്രയും പേരെ രക്ഷിച്ചവനാണ്, അതൊന്നുമില്ല. അപ്പോസ്തലനായ പൗലോസ് മുതൽ താഴോട്ടുള്ള എല്ലാവരും ഒരേപോലെ തന്നെ പ്രവർത്തിക്കൊത്തവണ്ണം ദൈവം വിധിക്കുമെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഭയത്തോടെ ജീവിക്കണം. കണ്ടോ? നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ വളരെ ഗൗരവത്തോടെ ജീവിക്കും. നമുക്ക് ഈ ലാഘവത്തോടെ പ്രാർത്ഥന, പാട്ട്, മീറ്റിംഗ്, ഇതല്ല. ക്രിസ്തീയ ജീവിതം വളരെ ഭയത്തോടെ നമ്മൾ ജീവിക്കും. ഒരു നാൾ പോയി കണക്ക് കൊടുക്കണം. ഒരു നാള് ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ, മുഖപക്ഷം കാണിക്കാതെ ഒരു ന്യായാധിപതിയുടെ മുമ്പിൽപ്പെട്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ കണക്ക് കൊടുക്കണം, എൻ്റെ പ്രവൃത്തികൾക്ക് ഞാൻ കണക്ക് കൊടുക്കണം, എൻ്റെ ഹൃദയത്തിൻ്റെ വിശ്വസ്തതയ്ക്കും സ്നേഹത്തിനും ഞാൻ കണക്ക് കൊടുക്കണമെന്ന് നമ്മൾ എപ്പോഴും വിശ്വസിച്ച് എങ്ങനെ ജീവിക്കും? ഭയഭക്തിയോടെ ജീവിക്കും. ഒരു കൂസലും ഇല്ലാതെ ലോകത്തിൻ്റെ വഴിയിലൊന്നും നമ്മൾ നടക്കുകയില്ല. കണ്ടോ? ഭയപ്പെടണം. 2 കൊരിന്ത്യർ 5:11. ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു.
2 കൊരിന്ത്യർ 5:10 നമ്മുടെ ഈ ആഴ്ചത്തെ മനഃപ്പാഠമാക്കേണ്ട വാക്യമാണ്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വാക്യമാണ് ആകയാൽ. അങ്ങനെ ഒരു ന്യായവിധി ദിവസം ഉള്ളതുകൊണ്ട് കർത്താവിനെ ഭയപ്പെടണം. കണ്ടോ ബന്ധം? കണ്ടോ? നല്ലതാകിലും തീയതാകിലും അവന്റെ മുൻപിൽ പോയി തക്കവണ്ണമുള്ള പ്രതിഫലം വാങ്ങിക്കണമെന്ന് ഓർത്തുകൊണ്ട് ഇപ്പോൾ കർത്താവിനെ ഭയപ്പെടണം. കണ്ടോ ആ ബന്ധം? കണ്ടോ? അപ്പോൾ മൂന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ തെളിവായി വരേണ്ട കാര്യമാണ് യഹോവ ഭയത്തിൽ ജീവിക്കണം. ശരി, 4-ാമത്തെ കാര്യം, കർത്താവിൻ്റെ ന്യായവിധിയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വചനം പ്രസ്താവിക്കണം. അത് ഈ 2 കൊരിന്ത്യർ 5:11 തന്നെ തുടങ്ങാം. ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. അവിടെ സുവിശേഷീകരണത്തിന്റെ ഒരു ധ്വനിയുണ്ട്. മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു, മനുഷ്യരെ സുവിശേഷത്തിലേക്ക് വിളിച്ച് അവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുക്കുകയാണ്. നിങ്ങളിത് വിശ്വസിക്കണം, ഇതാണ് സത്യം. അങ്ങനെ അവിശ്വാസികളോടും നമ്മൾ എന്ത് ചെയ്യണം? സത്യം പറയണം, അവരെ സമ്മതിപ്പിക്കണം, അവർക്ക് ബോധ്യം പകർന്നു കൊടുക്കണം. അയ്യോ, കർത്താവിനെ ഭയപ്പെടണം, ഒരു നാൾ നിങ്ങളൊക്കെ പോയി അവിടെ നിൽക്കും എന്ന് നമ്മൾ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കണ്ടോ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടു സുവിശേഷീകരണം നമ്മൾ ചെയ്യണമെന്നുള്ളത്. ഇവിടെ അതല്ല, ഈ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് നമുക്ക് സുവിശേഷീകരണം ചെയ്യുവാൻ ഒരു പ്രചോദനം ലഭിക്കുന്നു. വചനം മറ്റുള്ളവരോട് പങ്കുവെക്കാൻ ഒരു പ്രചോദനം വരുന്നു. നമുക്കൊരു ഭയമോ ഇല്ലെങ്കിൽ നമ്മൾ ആർക്കും വേണ്ടിയും ഭയപ്പെടത്തില്ല. നമുക്കോ ഭയം, നമ്മുടെ ആത്മാവിനെ ചൊല്ലി പോലും ഭയമില്ല, പിന്നെ വേറെ ഏതെങ്കിലും ആത്മാവിനെ ചൊല്ലി ഭയം വരുമോ? ഒരു ഭയവും ഇല്ല, അല്ലേ? അപ്പൊ കണ്ടോ, നിത്യ ന്യായവിധിയിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ ഒന്നാമത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ഭയപ്പെട്ട് ജീവിക്കും. രണ്ടാമത് അത് നിമിത്തം അയ്യോ മറ്റുള്ളവരും ഭയപ്പെടണമല്ലോ എന്ന് ചിന്തിച്ച് വചനം നമ്മൾ പ്രസ്താവിക്കും, പ്രചരിപ്പിക്കും. അത് അവിശ്വാസികളോട് മാത്രമല്ല, വിശ്വാസികളോടും. 2 തിമോത്തിയോസ് 4:1-2. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തയേശുവിനെയും സാക്ഷി വെച്ച് അവന്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്, വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ഒരു കൽപ്പനയാണ് തിമോത്തിയോസിന് പൗലോസ് കൊടുക്കുന്നത്. പക്ഷെ എന്തൊരു നീട്ടിപ്പിടിച്ച് ഗൗരവത്തോടാണ് ആ കൽപ്പന കൊടുക്കുന്നത്. 1-ാം വാക്യം മുഴുവൻ ഞാൻ ദാ ഒരു കൽപ്പന തരുന്നു എന്ന് പറയുന്നതിന് എന്തെല്ലാം വിഷയങ്ങളാണ് വിളിച്ചു വരുത്തുന്നത്. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തയേശുവിനെയും സാക്ഷി വെച്ച്, അവരാണ് സാക്ഷി. ഈ കൽപ്പന ഞാൻ നിനക്ക് തരുമ്പോൾ സാക്ഷിയായി നിൽക്കുന്നത് ദൈവവും യേശുക്രിസ്തു. ആരാണ് യേശുക്രിസ്തു? വരുവാനിരിക്കുന്ന ന്യായാധിപതി, അല്ലേ? അത് ഓർത്തുകൊണ്ട് വേണം നീ ഈ കൽപ്പന, ഈ ആജ്ഞ ഏറ്റെടുക്കുവാൻ. വചനം പ്രസംഗിക്കുക. എന്താ ബന്ധം? വചനം പ്രസംഗിക്കുകയും യേശുക്രിസ്തു രണ്ടാമത് മടങ്ങി വരുമ്പം ന്യായവിസ്താരം നടത്തും. ശുശ്രൂഷകളെ ദൈവം വിധിക്കും, അല്ലേ? നമ്മൾ വചനം മറ്റുള്ളവർക്ക് പങ്കുവെച്ചോ? നമ്മുടെ ഈ ഭയഭക്തി നിമിത്തം നമ്മൾ മറ്റുള്ളവരോട് ചുമ്മാ കളി, ചിരി, തമാശ, കെട്ടുകഥയൊക്കെയാണോ പ്രസംഗിച്ചത്? ഇത് പ്രസംഗകർക്കാണ് കൂടുതലും. എങ്കിലും എല്ലാ വിശ്വാസികൾക്കും ഒരു ഉത്തരവാദിത്വമുണ്ട്. മറ്റുള്ളവർക്ക് നമ്മൾ ആത്മീയ ആലോചനകൾ പകരുമ്പോൾ അത് വചനമായിരിക്കണം. അല്ലാതെ എനിക്ക് തോന്നിയതും എനിക്ക് ഇഷ്ടപ്പെട്ടതും ഈ ലോകത്തിലെ സിദ്ധാന്തം ഒന്നുമല്ല നമ്മൾ പറയേണ്ടത്. നമ്മൾ പറയേണ്ടത് വചനം. അതുകൊണ്ടാണ് വചനം പഠിക്കണം, ഉപദേശത്തോടുകൂടെ നിങ്ങൾ പറയണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഉപദേശ സത്യങ്ങൾ മനസ്സിലാക്കിയുള്ള ശരിയായ ആത്മീയ ആലോചന മറ്റുള്ളവരോട്, മറ്റു വിശ്വാസികൾക്ക് നമ്മൾ കൈമാറണം. അതുകൊണ്ടാണ് ഇത് ആഴ്ചതോറും നമ്മൾ ഉപദേശമൊക്കെ പഠിപ്പിക്കുന്നത്. വചനത്തിൽ അടങ്ങിയിരിക്കുന്ന സത്യങ്ങൾ നമ്മൾ പറയണം. അപ്പൊ കണ്ടോ, കർത്താവിനെ ഭയപ്പെടണം. അത് നിമിത്തം, മറ്റു മനുഷ്യരോടുള്ള സ്നേഹം നിമിത്തം. അവിശ്വാസികളാണെങ്കിൽ സുവിശേഷം പറയണം, വിശ്വാസികളാണെങ്കിൽ വചനം അവർക്ക് പങ്കുവെക്കണം, അവരെ ഉപദേശത്തിൽ ഉറപ്പിക്കണം, അല്ലേ? ഇനി അവസാനമായിട്ട് കർത്താവ് ഒരു നാൾ മടങ്ങി വന്ന് ഒരു ന്യായവിധി അല്ലെങ്കിൽ ഒരു ന്യായവിസ്താരം ചെയ്യുമെന്ന് നമ്മൾ വിശ്വസിക്കുമെങ്കിൽ, 5-ാമതായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ വെളിപ്പെടേണ്ട ഒരു വിഷയമാണ് നമ്മൾ അന്യോന്യം വിധിക്കരുത്. വേറൊരു വ്യക്തി കടന്നു വന്ന് വിധിക്കാൻ ഇരിപ്പുണ്ട്, നമ്മൾ വിധിക്കരുത്. അതാണ് റോമർ 14:4, 10, 12, 13 വാക്യങ്ങളെല്ലാം വായിച്ചു കളയാം. മറ്റൊരുത്തന്റെ ദാസനെ വിധിപ്പാൻ നീ ആർ? അവൻ നിൽക്കുന്നതോ വീഴുന്നതോ സ്വന്തം യജമാനത്രേ. അവൻ നിൽക്കും താനും
അവനെ നിൽക്കുമാറാക്കുവാൻ കർത്താവിന് കഴിയുമല്ലോ. എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നതെന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്. സഹോദരന് ഇടർച്ചയോ തടങ്കല്ലോ വെക്കാതിരിപ്പാൻ മാത്രം ഉറച്ചുകൊള്ളി. വളരെ വ്യക്തമല്ലേ ആ വാക്യം? കർത്താവ് ഒരു നാൾ വന്ന് വിധിക്കും. അന്ന് അന്ത്യവിധി പുറപ്പെടും. ഇപ്പൊ കയറി താൽക്കാലിക വിധിയൊന്നും നമ്മൾ പുറപ്പെടുവിക്കേണ്ട. കാരണം ഇന്ന് ചിലപ്പോൾ നമ്മൾ ഒരാളെ വിധിക്കുമ്പോൾ അയാൾ വലിയ പാപിയായിരിക്കും. പക്ഷേ അവനെ എന്താ പറയുക, ആ സഹോദരനെ ദൈവത്തിന് വേണേ നിൽക്കുമാറാക്കാനും കഴിയും, അല്ലേ? അതുകൊണ്ട് സമയത്തിന് മുൻപേ കയറി നമ്മൾ വിധിക്കേണ്ട. അന്ത്യനാളിൽ ദൈവം ഒരു വിധി വിധിക്കും. അതായിരിക്കും ആത്യന്തികമായ വിധി. അവനാണ് അതിനുള്ള അധികാരം. ഇപ്പൊ നമ്മൾ ആരെയും വിധിക്കരുത്. അവർക്ക് ഇടർച്ചയോ തടങ്കലോ വെക്കാതിരിപ്പാൻ മാത്രം അവരുടെ ക്രിസ്തീയ വിശ്വാസത്തിന് ഒരു തടസ്സമാകുന്ന രീതിയിൽ എന്തെങ്കിലും സംസാരിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ജീവിക്കാനോ നമ്മൾ നോക്കാതിരുന്നാൽ മതി. ഇതേ കാര്യം തന്നെയാണ് വീണ്ടും 1 കൊരിന്ത്യർ 4:3-5 വരെ. മറ്റുള്ളവർ നമ്മെ വിധിക്കുകയാണ്, നമ്മൾ എന്ത് ചെയ്യണം? ചിലരൊക്കെ കർത്താവിന്റെ 2ാം വരവിന് മുമ്പേ കയറി നമ്മെ വിധിക്കുകയാണ്. അങ്ങനെയാണ് എന്തായിരിക്കണം നമ്മുടെ മറുപടി? പൗലോസിന്റെ മറുപടി നോക്കിക്കേ, 1 കൊരിന്ത്യർ 4:3-5. നിങ്ങളോ മനുഷ്യർ കഴിക്കുന്ന വല്ല വിസ്താരത്തിലോ എന്നെ വിധിക്കുന്നത് എനിക്ക് എത്രയും ലഘുകാര്യം. ഞാൻ എന്നെ തന്നെ വിധിക്കുന്നതുമില്ല. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവത്തെങ്കിൽ നിന്ന് പുകഴ്ചയുണ്ടാകും. കർത്താവിന്റെ 2ാം വരവിന് മുമ്പേ നമ്മളെ പലരും കയറി വിധിക്കും. അപ്പൊ പൗലോസിനെ പോലെ പറയണം, അയ്യേ മനുഷ്യരുടെ ഈ വിസ്താരം ഒന്നും എനിക്കൊരു വിഷയമല്ല, അതൊക്കെ ലഘുകാര്യം. എന്നെ ഞാൻ പോലും വിധിക്കുന്നില്ല, ഒരു മനുഷ്യനും വിധിക്കുന്നില്ല. നിങ്ങളും വിധിക്കണ്ട, ഞാനും എന്നെ വിധിക്കുന്നില്ല. എന്നെ വിധിക്കുന്നവൻ കർത്താവാകുന്നു. അന്ന് സത്യാവസ്ഥ പുറത്തു വരും. കേട്ടോ? അപ്പൊ വളരെ നമുക്ക് സമാധാനത്തിൽ ജീവിക്കാം. 5 പ്രായോഗിക തലത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ കണ്ടു, അല്ലെ? ഒന്നാമതായിട്ട് നമ്മൾ മാനസാന്തരപ്പെടണം. കർത്താവ് ഇപ്പോൾ ദീർഘക്ഷമയോടെ കാത്തിരിക്കുകയാണ്, ന്യായവിധി ദിവസം വരുത്താതെ. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ മാനസാന്തരപ്പെട്ട് അവന് പ്രസാദമുള്ളവരായി തീരുവാൻ. രണ്ടാമത്, അവനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരിക്കണം ഒറ്റ ലക്ഷ്യം. മൂന്നാമത്, ഭയത്തോടെ നമ്മൾ ജീവിക്കണം. നാലാമത്, മറ്റുള്ളവരെ നമ്മൾ വചനം പറഞ്ഞ് കർത്താവിനോട് അടുപ്പിക്കണം. അഞ്ചാമത്, അന്യോന്യം വിധിക്കരുത്, അല്ലേ? ഇനി ഉപസംഹരിക്കുമ്പോൾ എബ്രായർ 10:24 ഒന്ന് വായിക്കാം. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നുവെന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. നാൾ സമീപിക്കുന്നു എന്ന് കാണും തോറും. ഏത് നാള്? ഈ വരുവാനിരിക്കുന്ന ന്യായവിധി ദിവസം, കർത്താവിന്റെ 2ാം വരവ്. ഇതെല്ലാം ആ നാളെന്നുള്ള വാക്കില് അടങ്ങിയിരിക്കുന്ന അർത്ഥമാണ്. കർത്താവിന്റെ നാള്, കർത്താവ് മടങ്ങി വരുന്ന നാൾ, കർത്താവ് വിധിക്കുന്ന നാൾ, അത് സമീപിക്കുന്നു, അടുത്തിരിക്കുന്നു എന്ന് കാണും തോറും നമ്മൾ എന്ത് അധികമായി ചെയ്യണം? അന്യോന്യമുള്ള നമ്മുടെ കൂട്ടായ്മ വർദ്ധിപ്പിക്കണം. അല്ലാതെ ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. ഈ ഒരു ഞായറാഴ്ച വന്നു, പിന്നെ 4 ഞായറാഴ്ച ഇല്ല. അങ്ങനല്ല. കൂടി വന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? തമ്മിൽ പ്രബോധിപ്പിക്കണം. എന്തിനു വേണ്ടി? സ്നേഹം വളരുവാൻ വേണ്ടി, അത് നിമിത്തമുള്ള സൽപ്രവർത്തികൾ വരുവാൻ വേണ്ടി. കണ്ടോ? അതായത് നേരത്തെ പറഞ്ഞതുപോലെ കർത്താവിന് പ്രയോജനമുള്ള, കർത്താവിന് പ്രസാദമുള്ള പ്രവൃത്തികളിൽ നമ്മൾ വളരുവാൻ വേണ്ടി, നമ്മുടെ വാക്കുകളാകട്ടെ, പ്രവൃത്തികളാകട്ടെ, നമ്മുടെ ഹൃദയത്തിന്റെ ഉദ്ദേശങ്ങളാകട്ടെ, ഇതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ പൊന്നും വെള്ളിയും കല്ലും ഒക്കെ വെച്ചതാകാൻ വേണ്ടി നമ്മൾ അന്യോന്യം സഹായിക്കണം, പ്രബോധിപ്പിക്കണം, വചനം പങ്കുവെക്കണം. അതാണ് കൂട്ടായ്മ. അതിനാണ് സഭായോഗങ്ങൾ. അത് ഈ 2ാം വരവ് അടുക്കും തോറും അധികമായി ചെയ്യണം. ഇതിൽ നമുക്ക് കൂട്ടുവിശ്വാസികളുടെ ജീവിതത്തെ ചൊല്ലി ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? സ്നേഹം വളർത്തണം, അല്ലെ? അതിനെ ചൊല്ലിയുള്ള 2 വാക്യങ്ങളാണ് ഇനിയുള്ളത്. അതോടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 1 യോഹന്നാൻ 4:16-17. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചുമിരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. കണ്ടോ? നമ്മുടെ സ്നേഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്നേഹം തികവോടെ വസിക്കുന്നുണ്ടെങ്കിൽ
ഈ ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകും. 1 യോഹന്നാൻ 2:28. നീയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിൻ. അവനിൽ വസിപ്പിൻ. അവനെ പോലെ ഈ ലോകത്തിൽ ഇരിക്കുക. അവനെ പോലെ ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാം വരവ് നമുക്ക് പ്രാഗൽഭ്യത്തോടെ, ധൈര്യത്തോടെ, അല്ലെ, നമുക്ക് ലജ്ജയ്ക്ക് വകയില്ലാതെ നമുക്ക് അഭിമുഖീകരിക്കുവാൻ കഴിയും. നമുക്ക് കണ്ണുകളെ അടച്ച ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ മടങ്ങി വരവിൽ ഒരു ന്യായവിധി ദിവസം എല്ലാ വിശ്വാസികൾക്കും ഉണ്ടെന്ന് നമ്മൾ കണ്ടു. രക്ഷയല്ല അവിടുത്തെ വിഷയം, പ്രതിഫലമാണ് വിഷയം. അതിന് മാനദണ്ഡമായിട്ട് കർത്താവ് ശോധന ചെയ്യാൻ പോകുന്നത് നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ഹൃദയത്തിന്റെ ഉദ്ദേശങ്ങൾ. അവനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം നാം നയിക്കണമെന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പ്രായോഗിക തലത്തിൽ മാനസാന്തരപ്പെടുക, കർത്താവിനെ മാത്രം പ്രസാദിപ്പിക്കുവാൻ ലക്ഷ്യം വെച്ച് ഏകാഗ്രതയോടെ ഓടുക, വചനം പ്രസ്താവിക്കുക, അന്യോന്യം നമ്മൾ വിധിക്കരുത്, നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ നമ്മൾ കഴിക്കണം. ഈ 5 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, നിന്റെ മടങ്ങി വരവിനെ കുറിച്ചും ഞങ്ങൾ നിന്റെ ന്യായാസനത്തിന്റെ മുൻപേ നിന്ന് നീ ന്യായവിസ്താരം കഴിക്കുമെന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് അല്പനേരം ധ്യാനിക്കുവാൻ നീ ഞങ്ങൾക്ക് ഈ സാവകാശം ഒരുക്കി തന്നതിനായിട്ട് സ്തോത്രം കർത്താവ്. ഞങ്ങൾ ധ്യാനിച്ചതുപോലെ ക്രിസ്തീയ ജീവിതം വളരെ ഗൗരവത്തോടെ നയിക്കുവാൻ, വരുവാനിരിക്കുന്ന നിന്റെ പ്രത്യക്ഷതയിൽ മാത്രം കണ്ണുനട്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഗൗരവത്തോടെ ജീവിപ്പാൻ ഞങ്ങളേവരെയും സഹായിക്കണമേ. നിസാരമായിട്ട് ക്രിസ്തീയ ജീവിതത്തെ കാണാതെ, നിസാര വാക്കുകൾ പറഞ്ഞ്, നിസാരമായിട്ട് കർത്താവേ, പുല്ലും വൈക്കോലും കൊണ്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം ഞങ്ങൾക്ക് വേണ്ട കർത്താവേ. വരുവാനിരിക്കുന്ന ആ പ്രത്യക്ഷതയിൽ ലക്ഷ്യം വെച്ച് നിനക്ക് പ്രസാദകരമായൊരു ജീവിതം കഴിപ്പാൻ, ഭയഭക്തിയോടെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും നല്ലത് ചെയ്യുന്നവരാകണമേ. അത് ഞങ്ങളുടെ ഹൃദയത്തിൽ നല്ല ഉദ്ദേശത്തോടെ കടന്നു വരണമേ. നിന്നോടുള്ള വിശ്വസ്തത നിമിത്തം, നിന്നോടുള്ള സ്നേഹം നിമിത്തം മനുഷ്യരോടും ഞങ്ങൾ വിശ്വസ്തതയുള്ളവരും സ്നേഹമുള്ളവരുമായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് കേട്ട ഈ വചനം ഞങ്ങളുടെ ഉള്ളത്തിൽ ആഴമായി പതിപ്പിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളിൽ രൂപാന്തരമുളവാക്കുവാൻ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളേവരെയും നിന്റെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വരുവാൻ കഴിയാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിന്റെ കരത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വചനമയച്ച് ഞങ്ങളെ കർത്താവേ സൗഖ്യപ്പെടുത്തണമേ. ഈ ലോകത്തിൻ്റെതായ ഒരു മാലിന്യത്തിലും ഞങ്ങളാരും അകപ്പെട്ടു പോകുവാൻ ഇടയാകരുതേ. നിന്നെ വേദനിപ്പിച്ച് നിന്റെ ശിക്ഷണത്തെ കർത്താവെ തള്ളിക്കളഞ്ഞ് ഞങ്ങളാരും കർത്താവെ നിന്നെ തുച്ഛീകരിച്ച് അന്ത്യനാളിൽ ശിക്ഷാവിധിയിലും കടന്നു പോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഭയഭക്തിയോടെ യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ മാത്രം കണ്ണുനട്ട് കർത്താവെ തീക്ഷ്ണതയോടെ സഹിഷ്ണുതയോടെ ആ പരമവിളിയുടെ വിരുദിനു മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഓടുവാൻ ഞങ്ങളേവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.